Hi, good evening, everyone. ഞാൻ സേതു പാർവതി, പെരിയ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസറാണ്. So today we have gathered here for another webinar on a great day. It is the International Biodiversity Day. Basically, we are celebrating all the wildlife that we have. And it is entirely important that we don't forgo the thought that there is a lot, and there is a lot diverse systems and diverse organisms in this world. അപ്പോൾ അതിനെപ്പറ്റി ഒരു ബ്രീഫ് സെഷൻ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നോട്ട് സോ ബ്രീഫ്, ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 1 hour, ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് സംതിങ് ദാറ്റ് മോസ്റ്റ് ഓഫ് us ഓവർലുക്ക്. ഇതിനെപ്പറ്റി കൂടുതൽ പറയാനും നമ്മുടെ സ്പീക്കറിനെ വെൽക്കം ചെയ്യാനുമായിട്ട് നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ റെനി മാഡത്തിനെ ക്ഷണിക്കുന്നു. മാം, ഓവർ ടു യു. താങ്ക് യു സേതു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. പരിസ്ഥിതി രംഗത്തെ വിഷയങ്ങളെ താല്പര്യത്തോടെ കാണുന്നവർക്ക് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ആഘോഷിച്ചു വരുന്ന ഒരു ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തവണത്തെ അതിന്റെ തീം എന്ന് പറയുന്നത് ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അതായത് പ്രകൃതിയോടെ സമരസപ്പെട്ട് ജീവിക്കുക, സുസ്ഥിര വികസനത്തിലേക്ക് മുന്നേറുക എന്ന് വേണമെങ്കിൽ അതിനെ മലയാളത്തിലേക്ക് വായിക്കാം. അപ്പോൾ സംഭവം ഒരു ദിനാചരണമാണ്. പക്ഷെ ഇതൊരു സാധാരണ വെറും ഒരു ദിനാചരണം മാത്രമാകരുത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അടിസ്ഥാനവും നമ്മൾ പ്രകൃതിയിൽ നിന്നും സ്വീകരിക്കുന്ന വസ്തുക്കളെയും സേവനങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കത് ശ്വസിക്കുന്ന വായു തൊട്ട് കുടിക്കുന്ന വെള്ളം തൊട്ട് കഴിക്കുന്ന ഭക്ഷണം തൊട്ട് ഉപയോഗിക്കുന്ന വസ്ത്രം തൊട്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഈ സ്വീകരണങ്ങൾ നമ്മൾ എത്രത്തോളം ബോധത്തോടെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വസ്തുക്കളെ എത്രത്തോളം കാര്യമായി പരിഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുന്നു, നമ്മുടെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും നമ്മൾ എങ്ങനെ വേർതിരിക്കുന്നു, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ശരിക്കും ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം. തിരിച്ചു പറയുകയാണെങ്കിൽ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം മാത്രമല്ല, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറയുന്നത് പ്രകൃതിക്ക് വേണ്ടിയോ പ്രകൃതി വിഭവങ്ങളെ സുസ്ഥിരമായിട്ട് നിലനിർത്താനോ എന്നുള്ള ലഘുവായിട്ട് ഉള്ള രീതിയിൽ കാണരുത്. അത് മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെയാണ്. നമ്മുടെ സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പിന്, ഒരു ജീവവർഗം എന്ന നിലയിൽ നമ്മുടെ നിലനിൽപ്പിന് ഇതില്ലാതെ, ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണവും പ്രകൃതിയുടെ കരുതലും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ചാണല്ലോ ഇപ്പൊ എപ്പോഴും പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. നമ്മൾ നേരത്തെ വികസനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പൊ സുസ്ഥിര വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലെ മിക്കവാറും എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗോൾസ് എല്ലാം, അതായത് ബേസിക് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ട് നമ്മൾ പറയുന്നത് പിന്നെ പോവർട്ടി ഇറാഡിക്കേഷൻ, അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക, പട്ടിണി ഇല്ലാതാക്കുക, ആരോഗ്യം ഉറപ്പാക്കുക, അല്ലെങ്കിൽ ജലം എല്ലാവർക്കും ഉറപ്പാക്കുക. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ എല്ലാം ബേസ് ആയിട്ട് വരുന്നത് ബയോഡൈവേഴ്സിറ്റി ആണ്, അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിന്റെ പല പല ഫാക്ടറിൻ ചെയ്യുന്ന ഓരോ ഘടകങ്ങളുമാണ്. അത് സസ്യങ്ങളായിരിക്കാം, ജന്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ അവയുടെ ആവാസ വ്യവസ്ഥയിലെ ഓരോ അജൈവമായിട്ടുള്ള വസ്തുക്കളായിരിക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഇന്റർ കണക്റ്റഡ്നെസ് നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ ഉറപ്പാക്കാനും അങ്ങനെ നമുക്ക് തന്നെ നിലകൊള്ളാനും സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ജീവിവർഗങ്ങൾ ഓരോ അറ്റത്തു നിന്നും ഇല്ലാതാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനങ്ങളും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു ജൈവ വൈവിധ്യ ദിനത്തിൽ നമ്മൾ ഈ ഒരു ആശയത്തിനെ മുൻനിർത്തി വേണം ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് കടക്കാനായിട്ട്. ഇന്ന് നമ്മുടെ ഈ സെഷൻ അവതരിപ്പിക്കുന്നത് നമ്മുടെ റിസോഴ്സ് പേഴ്സണായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി വിഭാഗത്തിന്റെ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ മഞ്ജു സി നായർ മാമിനെയാണ്. മാം ശരിക്കും ഒരു ബ്രയോഫൈറ്റ്സിലെ എക്സ്പേർട്ട് ആണ്. കേരളത്തിലെ ബ്രയോഫൈറ്റ്സിന്റെ പഠനങ്ങൾക്ക് തുടക്കമിട്ട, വയനാട്ടിലെ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പഠനം നടത്തി PhD നേടിയ, ആ PhD വഴി ഒട്ടേറെ സസ്യ ശാസ്ത്ര
റിസർച്ചേഴ്സിന് അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള ഗവേഷകർക്ക് വഴി തെളിച്ച ഒരു വ്യക്തിയാണ്. അതേപോലെ 100-ന് മേലെ പ്രബന്ധങ്ങൾ, 100-ന് മേലെ റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണലി തന്നെ ബ്രയോഫൈറ്റ്സ് സ്റ്റഡീസിന് നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിന്റെ പേരിൽ ഇന്റർനാഷണലി തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റിസർച്ചറാണ്. ബ്രയോഫൈറ്റ്സിനെ കുറിച്ച്, നമുക്ക് പ്ലാന്റ്സിനെ കുറിച്ച് പൊതുവെ നമ്മളെപ്പോഴും, പ്രത്യേകിച്ച് കാട്ടിലൊക്കെ പോകുന്നവരെപ്പോഴും, പുതിയതായിട്ട് പോകുന്നവരെപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് ഒന്നിനെയും കണ്ടില്ല എന്ന്. അത് പ്രധാനമായിട്ടും മൃഗങ്ങളെ കാണാനുള്ള താല്പര്യത്തോടെയാണ് പലരും ആകെക്കൂടിയായിട്ട് പോകുന്നത്. കാട്ടിലെ ഒരു വന സന്ദർശനം എന്ന് പറഞ്ഞ് പോകുന്നത്. പക്ഷെ കാണാതെ പോകുന്നത് സസ്യങ്ങളെയാണ്. അവിടെ തന്നെ ഉണ്ടാവും പല ഇനത്തിൽപ്പെട്ട പല പ്രത്യേകതകളുള്ള സസ്യങ്ങൾ. അതിൽ തന്നെ വളരെ സവിശേഷതകളുള്ള ഒരു വിഭാഗമാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മാം പറയും. പരിണാമത്തിൽ തന്നെ സോയിൽ ഫോർമേഷനിലൊക്കെയും വളരെയധികം ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്ന ബ്രയോഫൈറ്റ്സ്. അപ്പൊ ആ ഒരു വിഭാഗത്തിലാണ് മാമിന്റെ ബേസിക് സ്റ്റഡീസും ഇൻട്രസ്റ്റും ഉള്ളത്. വളരെയധികം പ്രധാനപ്പെട്ട പഠനങ്ങളും കോൺട്രിബ്യൂഷൻസും മാമിൻ്റെതായിട്ടുണ്ട്. അപ്പം മാമിനെ കുറിച്ച്, മാമിന്റെ സ്റ്റഡീസും അല്ലെങ്കിൽ അതിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു സെഷനാണ് മാം ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. മാമിനെ വനംവകുപ്പിന്റെ പേരിൽ, പെരിയാർ ടൈഗർ കൺസർവേഷന്റെ ഫൗണ്ടേഷന്റെ പേരിലും ഈ ഒരു സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ കേൾക്കാനായിട്ട് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരായിട്ടും പുറത്തു നിന്നും മറ്റ് പല NGOs റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. അതേപോലെ വിദ്യാർത്ഥികളുണ്ട്, സർപ്പയുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, മറ്റ് വിദ്യാർത്ഥികള്, എല്ലാവരെയും, അധ്യാപകര്, എല്ലാ സെക്ടറിൽ നിന്നുള്ള ഈ ഒരു വിഷയം കേൾക്കാൻ താല്പര്യത്തോടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ ഒരു സെഷനിലേക്ക് ക്ഷണിക്കുന്നു. അതേപോലെ തുടർന്നും വനംവകുപ്പ്, നാളെയും വനംവകുപ്പിന്റെ ഒരു വെബിനാർ ഉണ്ട് ടർട്ടിൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട്, വേൾഡ് ടർട്ടിൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദിനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെബിനാർ സീരീസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ക്ഷണിക്കുകയാണ്. ലിങ്ക്സ് ഒക്കെ നമ്മൾ കോമൺ പ്ലാറ്റ്ഫോംസ് വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മുടെ ഡോക്ടർ മഞ്ജു സി നായർ മാമിനെ ക്ഷണിക്കുന്നു ഈ ഒരു സെഷനിലേക്ക്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണം. ഈ ടോക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. വെൽക്കം മാം. താങ്ക് യു റെനി മാം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ദിവസത്തില് എൻ്റെ എന്നുള്ളതല്ല, ബ്രയോഫൈറ്റുകളെ കൺസിഡർ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാധാരണയായിട്ട് നമ്മൾ മാമൽസ് അല്ലെങ്കിൽ ഹയർ ഫോംസ്, ആൻജിയോസ്പോംസിന്റെ സ്റ്റഡീസ് ഒക്കെയാണ് കൂടുതലായിട്ടും കാണാറുള്ളത്. അങ്ങനെയുള്ള ടോക്കുകളാണ് നമ്മൾ കേൾക്കാറുള്ളത്. അപ്പം ഈ ഒരു ഡേയിൽ എനിക്ക് തോന്നുന്നു, ഞാൻ പല സ്ഥലത്തും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, പല വെബിനാറുകളും എടുത്തിട്ടുണ്ട്. എങ്കിലും മെയ് 22 ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു 10-25 വർഷമായി ഞാൻ ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മെയ് 22 ഒരു പ്രാധാന്യം ശരിക്കും ഇന്നാണ് അവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതില് പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനും അതുപോലെ തന്നെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നാണ് നടത്തുന്നത്. ഒരു സീരീസ് ആണ്, വെബിനാറിന് അറിയാം. പല ഘട്ടങ്ങളിലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഗ്രാമുകളിലും. അപ്പം ഇങ്ങനെ ഒരു ദിവസത്തില് എനിക്ക് നിങ്ങളെയൊക്കെ കാണാനും പുതിയതായിട്ട് റെനി മാമിനെ ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടാൻ പറ്റിയതിലും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഇതിന് എനിക്ക് തോന്നുന്നു പലരും ജസ്റ്റ് വൺ പേഴ്സൺ ഹാസ് I am from Assam or something, somewhere else. So Manisha, so it is for common, it's a common platform or common, it is not just for students and researchers. So that's why we are talking in Malayalam. So I think you can see the photographs, but I will continue with Malayalam and English. So just pardon me. So there is one query is there, so I cannot understand. So yes, I think she is doing bryophyte studies in eastern area. So you can see the photographs. എല്ലാവരെയും വെൽക്കം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും കൂടെ എൻ്റെ ഒരു സെഷനിലേക്ക്, അപ്പൊ മാം പറഞ്ഞ പോലെ ശരിയാണ്, നമ്മൾ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കണ്ടില്ല എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്. അപ്പൊ എല്ലാവരും, ഇപ്പൊ എനിക്കൊന്ന് സന്ദീപ് ദാസ് ഒക്കെ ഇവിടെ ഉണ്ട്,
മാമൽസിനെ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും പോകുന്നത്. എപ്പോഴും നമ്മൾ ആ ഒരു വ്യൂ നമ്മുടെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആനിമൽസ് ആവശ്യമാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു എക്സ്പെക്ട് ചെയ്ത് പോകുന്നതും അതുപോലെ തന്നെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും അതുമായിരിക്കും. പക്ഷെ അതിനേക്കാളും നമ്മൾ അറിയപ്പെടാത്തതും നമ്മൾ അറിയേണ്ടതുമായിട്ടുള്ള പല കൗതുകകരമായ വസ്തുക്കളും ഫോറസ്റ്റുകളിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും തന്നെ കാണപ്പെടുന്നുണ്ട്. അതൊന്നാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ്സ് മാത്രമല്ല, നമ്മൾ ഈ ലോവർ ഗ്രൂപ്പ്സിലുള്ള പല പ്ലാന്റ്സും അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ ഇന്ന് മാം പറഞ്ഞ പോലെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ട് എൻ്റെ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊന്ന് പ്രസന്റേഷൻ ഷെയർ ചെയ്യാം. വരുന്നതേ ഉള്ളൂ മാം. ഓക്കെ, ഇപ്പൊ സ്ലൈഡ് ഷോ. യെസ് മാം, യെസ്, സ്ലൈഡ് ഷോ എടുക്കുന്നു. ഓക്കെ അല്ലേ മാം? ഇപ്പൊ ഓക്കെ ആണ് മാം. ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം റെനിമം പറഞ്ഞു കഴിഞ്ഞു. മെയ് 22 എന്ന് പറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇവിടെ നമുക്ക് ആവശ്യത്തിനുണ്ട്. നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഇവിടെ ഈ പ്രകൃതി തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി കൊണ്ടോ എന്തൊക്കെ കൊണ്ടോ നമ്മുടെ ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓരോ ദിവസവും ഒരു 1% ഡൈവേഴ്സിറ്റി എങ്കിലും മറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പം അറിയപ്പെടുന്നത്. അപ്പം ശരിക്കും അങ്ങനെ ഈ ഒരു ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തുന്നത് അതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ച് നമ്മൾക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതിൽ തരുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ്, ഹാർമോണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഡേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ആനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും സൂക്ഷ്മജീവികൾ, ഇതിലെല്ലാത്തിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എല്ലാവർക്കും എന്ന് വെച്ചാൽ ഈ നമ്മൾ കാണുന്ന കുഞ്ഞു ഉറുമ്പുകൾ മുതൽ അതുപോലെ തന്നെ ഈ ഫംഗസുകളായാലും ആൻജിയോസ്പം ഫോംസിലുള്ള പ്ലാന്റ്സ് ആയാലും അതുപോലെ തന്നെ ആനിമൽസ് ആയാലും എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള റോള് നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ ഉണ്ട്. അപ്പം ഈ പാരിസ്ഥിതിക സർവീസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം സർവീസസ് എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് നല്ല ഫുഡ് കഴിക്കണം, നല്ല വാട്ടർ വേണം, അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് നിയന്ത്രിക്കണം. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാകണം, അതുപോലെ തന്നെ അത് നിയന്ത്രിക്കുകയും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ പ്രാധാന്യം പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ചെയ്യുന്നതാണ് നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ട് നമുക്കറിയാം പലതരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്, ക്ലൈമറ്റിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, വെള്ളം തന്നെ നമ്മൾ നല്ല വെള്ളം കുടിക്കാൻ വേണ്ടി ഇപ്പൊ പ്യൂരിഫയർ യൂസ് ചെയ്യേണ്ട ആവശ്യമാണ്. ഈവൻ നമ്മൾ ഒരു ഫോറസ്റ്റിന്റെ ലാൻഡിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പോയി വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്കൊരു സംശയം ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ട്. പണ്ട് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല, വെള്ളം നമുക്ക് സുഖമായിട്ട് കുടിക്കാൻ പറ്റുകയാണ്. ഇപ്പം നമ്മൾ ഇത് എവിടെ നിന്നാണ് ഒഴുകി വരുന്നത്, ഏതൊക്കെ വഴിയാണ് വരുന്നത്, ആരൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിവിടെ എത്തുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, നമ്മുടെ സിസ്റ്റത്തിന്, നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മുടെ സിസ്റ്റത്തിന് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ അവബോധം ഉണ്ടാക്കുന്നതിനും അതിലേക്ക് നമ്മൾ ഓരോരുത്തർക്കും ഈ പറയുന്ന പാരിസ്ഥിതിക സംരക്ഷണത്തിലെ പ്രാധാന്യം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം എന്ന് പറയുന്നത്. ഞാൻ കൂടുതലും പ്ലാന്റ് ഡൈവേഴ്സിറ്റിയിലേക്കാണ് വരുന്നത്. പ്ലാന്റ് ഡൈവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ ഡൈവേഴ്സിറ്റി നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് ആൽഗയിൽ നമുക്ക് സ്റ്റഡീസ് വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലായാലും സ്റ്റഡീസ് വളരെ 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് സ്റ്റഡീസ് നടക്കുന്നത്. ആൽഗ ആയാലും ലൈക്കൺ ആയാലും അതുപോലെയാണ്, ബ്രയോഫൈറ്റ്സ് ആയാലും അതുപോലെ തന്നെയാണ്, ടേർഡോഫൈറ്റ്സ് ആയാലും അതുപോലെ തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് നമ്മുടെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതും. പക്ഷെ എന്ന് പറയുന്നത് ഓരോന്നിന്റെയും പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 29%, 24%, അത്രയും
ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആൻജിയോസ്പേംസ് നമ്മുടെ ഹയസ്റ്റ് ഡൈവേഴ്സിറ്റി വരുന്ന ആൻജിയോസ്പേംസ് ആണ്. ഈ ആൻജിയോസ്പേംസ് തന്നെ ആയ പോലും എൻഡമിക്സ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റഡീസ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ഇനിയും നമ്മുടെ ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നമ്മൾ അറിയപ്പെടേണ്ടതുണ്ട്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിലേക്ക് വരികയാണെങ്കിൽ അത് അതേപോലെ തന്നെ വളരെ മറ്റേ കമ്പയർഡ് ടു പെർസെൻറ്റേജുകൾ ഇങ്ങനെ വളരെ കുറഞ്ഞു വരികയാണ് ചെയ്തത്. അപ്പം ആൽഗെ ആയാലും ലൈക്കൻ ആയാലും ബ്രയോഫൈറ്റ്സ് ആയാലും, ബ്രയോഫൈറ്റ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡീസ് വളരെ കുറവാണ്. നമ്മളിപ്പോ കേരളത്തില് ഒരു 1-2 സെന്ററുകളിൽ മാത്രമാണ് നടക്കുന്നത്. ഇപ്പൊ ടാക്സോണമി സ്റ്റഡീസ് എന്ന് പറയുന്നത്, പല മോളിക്കുലർ സ്റ്റഡീസും ഫൈറ്റോകെമിക്കൽ അനാലിസിസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ സ്റ്റഡീസ് കുറവാണ്. ലൈക്കൻ ആയാലും തന്നെ നമ്മൾ കേരളത്തിൽ മഹാരാജാ കോളേജിൽ ട്രിവാൻഡ്രത്ത് ഒരു സ്ഥലത്ത്, അതുപോലെ തന്നെ ടേർഡോഫൈറ്റ്സ് ആയാൽ പോലും ഇതിന്റെ സ്റ്റഡീസ് വളരെ കുറവാണ്. ഇപ്പൊ ജിംനോസ്പം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ വർക്ക് നടക്കുന്നതേ ഇല്ല. ഇപ്പൊ വെസ്റ്റേൺ ഗട്ട്സിലായാലും സ്റ്റഡീസ് നടക്കുന്നില്ല. പക്ഷെ നമുക്ക് ജിംനോസ്പമിന്റെ നമ്പറും വളരെ കുറവാണ്. അപ്പൊ 6 സ്പീഷീസ് ആണ് നമുക്ക് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പൊ അത് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും 5 സ്പീഷീസ് ആയിട്ട് മാറുകയാണ് ജിംനോസ്പം എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതില് കേരളത്തിലേക്ക് വരുമ്പോൾ നോക്കും നമ്മുടെ ടോട്ടൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ആൻജിയോസ്പം 4679 ആണ്. ഇത് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, വേരിയേഷൻസ് ഉണ്ടാകാം. അതുപോലെ ആൽഗെ 650, ലൈക്കൻ 660, ബ്രയോഫൈറ്റ് 750. ഈ 750 അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡി തുടങ്ങിക്കഴിഞ്ഞിട്ട്, ഞാൻ സ്റ്റഡി തുടങ്ങിക്കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ള നമ്പേഴ്സ് ആണ് ഈ 750 പറയുന്നത്. ഓൾറെഡി ഈ ഡൈവേഴ്സിറ്റി, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ആരും കണ്ടെത്തപ്പെട്ടിട്ടില്ല. അത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിരിക്കുന്നതാണ് ഇതൊക്കെ. ഇപ്പൊ ടൈഡോഫൈറ്റ്സും 330ഓളം ഉണ്ട്. അതുപോലെ ജിംനോസ്പമും 5 സ്പീഷീസ് ആണ് നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് 5 സ്പീഷീസ് മാത്രമാണുള്ളത്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു നമ്മുടെ എന്താ പറയാ യൂണിസെല്ലുലാർ ആൽഗെ മുതൽ മൾട്ടിസെല്ലുലാർ ആൽഗയിൽ നിന്നും വന്ന് നമ്മുടെ ലൈക്കൻ എന്ന് പറയുമ്പോൾ ഫംഗസും ആൽഗയും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ലൈക്കൻ എന്ന് പറയുന്നത്. ആ ലൈക്കനിൽ തന്നെ നമ്മുടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ക്രിസ്റ്റോസിന്റെ, ഫോളിയോസിന്റെ. ഇപ്പൊ ക്രിസ്റ്റോസ് ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ പാറകളിലും മരത്തിലൊക്കെ വൈറ്റ് പൗഡർ ആയിട്ട് കാണും. അതിനകത്ത് സോറേ ഡെവലപ്പ് ചെയ്യും. ഈ ബ്രൗൺ കളറില്, മെറൂൺ കളറില്, വൈറ്റ് കളറിൽ കാണുന്ന ഈ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ ക്രിസ്റ്റോസ് ലൈക്കൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഫോളിയോസ് ലൈക്കൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഫോറസ്റ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ ലോ ആൾട്ടിറ്റ്യൂഡിലുള്ള ചുറ്റുപാടുകളിൽ നമുക്ക് ലൈക്കൻസ് കാണാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ലൈക്കൻസ് പറയുന്നത്. അപ്പൊ പൊല്യൂഷൻ ഉള്ള ഏരിയകളിൽ ഈ ലൈക്കൻസ് അധികം ഡെവലപ്പ് ചെയ്യില്ല. ഉണ്ടെങ്കിലും മൈക്രോ ലൈക്കൻസ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഫോളിയോസ് ലൈക്കനൊക്കെ നമ്മൾ പ്യൂർ ആയിട്ടുള്ള ഒരു വെജിറ്റേഷനിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഫോളിയോസ് ലൈക്കൻ കാണുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ടിക്കോസ് ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ നല്ല എവർഗ്രീൻ ഷോള ഫോറസ്റ്റുകളിലുള്ള വളരെ പ്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമാണ് കാണുന്നത്. അപ്പം ഇത് ഒരു ഹൈലി റൂട്ടഡ് ആയിട്ടുള്ള ഏരിയകളിലും ഒരു കാരണവശാലും കാണുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പൊല്യൂഷൻ സ്റ്റഡീസ് ഒക്കെ, ഇൻഫെക്ഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ലൈക്കൻസിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. Then coming to bryophytes പറയുമ്പോഴത്തേക്കും നമുക്ക് 3 മേജർ ഗ്രൂപ്പ്സ് ആണുള്ളത്. ലിവർവേർഡ്സ്, ദാറ്റ് ഇസ് മാർക്കാൻഷ്യോഫൈറ്റ, ഹോൺവേർഡ്സ്, ആന്തോസെറോട്ടോഫൈറ്റ ആൻഡ് മോസസ് ബ്രയോഫൈറ്റ. അപ്പൊ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നതാണ്. ദേ ആർ ദി ആംഫിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം. നോൺ ഫ്ലവറിംഗ് ആണ്, നോൺ ഫ്രൂട്ടിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ ലോവർ പ്ലാന്റ്സ് ഉള്ള എല്ലാം നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ആൻഡ് നോൺ ട്രക്യോഫൈറ്റ്സ് ആണ്. അതിൽ ഗാമറ്റോഫൈറ്റ് ഡോമിനന്റ് ആയിട്ടും പാരസിറ്റിക് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ഇവല്യൂഷണറി ലൈൻ നോക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് പോകുന്നത്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടൈഡോഫൈറ്റ്, ജിംനോസ്പം അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ടൈഡോഫൈറ്റ്സിലും 2 തരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ട്, ഫേൺസും ഫേൺ അലീൽസും. അപ്പൊ അതിൽ ഫേൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന മെഗാഫില്ലസ് ആയിട്ടുള്ള, നമുക്ക് ഇങ്ങനെ ഒരു സെർസിനേറ്റ് വേനേഷൻ, ഒരു ചുരുണ്ടിരിക്കും യങ് ലീവ്സ് ചുരുണ്ടിങ്ങനെ വരുന്ന ടൈപ്പിലുള്ള ടൈപ്പ് എല്ലാം തന്നെ ഫേൺസിലേക്കാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് സോറസ് എന്ന് പറയുന്ന സ്ട്രക്ചറും അതിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഫേൺ അല്ലീൽസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൈക്രോഫില്ലസ് ആണ്. എന്ന് വെച്ചാൽ ചെറിയ ലീവ്സ് ആയിരിക്കും അതിനകത്ത് കാണുന്നത്. അതിനകത്ത് ലീഫ് ഗ്യാപ്പ് ആബ്സെന്റ് ആയിരിക്കും. അതുപോലെ സെർസിനേറ്റ് വീനേഷൻ, അപ്പൊ ഇതിൽ കാണുന്നത് പോലെയുള്ള ആ വീനേഷൻ ഈ പറയുന്ന ഫേൺ അല്ലീൽസിൽ കാണില്ല. ഫേൺ അല്ലീൽസിന്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. നമുക്ക് നമ്മുടെ ഇവിടെ കാണുന്ന ഫേൺ അല്ലീൽസ് എന്ന് പറയുന്നത് ഈ ടൈപ്പുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇക്യുസിറ്റം, സ്പേർട്ടം, ഐസോയിറ്റസ്, സെലാജിനൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ അതിന്റെ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റിയും വളരെ കൂടുതലാണ്. ഇപ്പൊ ഫേൺസിലേക്ക് വരുമ്പോഴത്തേക്കും അസോള എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന
പ്ലാന്റ് ആണ്. അതുപോലെ സാൾവീനിയ മൊളസ്റ്റ എന്ന് പറയുന്നത്, സാൾവീനിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടാണ് ശരിക്കും. ഇവിടെ വന്ന് ഇവിടുത്തെ കായലുകൾ ജലാശയങ്ങളെയൊക്കെ നശിപ്പിച്ച ഒരു ഇതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഈ പ്ലാന്റ് ഉള്ളത്. അഡിയാൻഡം, ഈ ടൈപ്പ് പ്ലാന്റ്സുകളാണ് ഫേൺസിലേക്ക് വരുന്നത്. പിന്നെ ഇതില് സ്മോളസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് മുതൽ ടൈപ്പ് മുതൽ ഹയസ്റ്റ് ട്രീ ടൈപ്പ് ആയിട്ടുള്ള ഫേൺസ് വരെ കാണാൻ പറ്റും. സയാത്തിയ സ്പൈൻലോസ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഒരു പ്രിമിറ്റീവ്നെസ്സിനെ കാണിക്കുന്ന പ്ലാന്റ്സ് ആണ് ഈ സയാത്തിയ എന്ന് പറയുന്ന പ്ലാന്റ്. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ജിംനോസ്പേമിലേക്കാണ് വരുന്നത്. ജിംനോസ്പേം നമുക്കറിയാം ഇവിടെ ആകെ 5 സ്പീഷീസ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ അതില് സൈക്കസിന്റെ 3 സ്പീഷീസ്, അതെല്ലാം എൻഡമിക് ആയിട്ടുള്ളതാണ്. നോത്തോസ്റ്റീസ്, സെർസിനാലിസ്, അതുപോലെ തന്നെ ആനക്കല്ലൻസിസ്. ആനക്കല്ലൻസിസ് എന്ന് പറയുന്നത് പാലക്കാട് കവ റീജിയനിൽ കാണുന്നതാണ് ആനക്കല്ലൻസിസ് പറയുന്നത്. അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവരുടെ സ്റ്റഡീസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സ്പീഷീസ് ആയിരുന്നു. അപ്പൊ നോത്തോസ് സിസ് എന്ന് പറയുന്ന പ്ലാന്റും അതുപോലെ തന്നെ കൊല്ലം റീജിയനിൽ നിന്നാണ്. പിന്നെ നമുക്കുള്ളത് നീറ്റം ഉള്ള. നീറ്റം ഒരു ക്ലൈംബർ ആണ്, ക്ലൈംബിംഗ് ജിംനോസ്പേം ആണ്. അതുപോലെ തന്നെ പോഡോകാർപ്പസ് വല്ലിച്ചിയാനസ്. ഇങ്ങനെ 5 പ്ലാന്റ് മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ബാക്കി നമ്മൾ കാണുന്ന പലതും ലിവിങ് ഫോസിൽസ്, ജിങ്കോ അത് കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഗാർഡനിൽ പല ഗാർഡനുകളിൽ ഇപ്പൊ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കസിന്റെ തന്നെ പല സ്പീഷീസുകളും നമുക്ക് എക്സോട്ടിക് ആയിട്ടുള്ള സ്പീഷീസ് ഇവിടെ ധാരാളം വളർത്തുന്നു. അപ്പം നമ്മുടെ ഗാർഡനുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിംനോസ്പേം ധാരാളമായിട്ട്, സാമിയ അങ്ങനത്തെ ധാരാളം കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇൻഡിജിനസ് ആയിട്ടുള്ള 5 സ്പീഷീസുകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നീറ്റം എന്ന് പറയുന്ന പ്ലാന്റ്. ദെൻ കമ്മിങ് ടു ആൻജിയോസ്പെർം. ആൻജിയോസ്പെർംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈലി ഡൈവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഡ് ഗ്രൂപ്പാണ് നമ്മൾ ഇവിടെ. അപ്പൊ ഏകദേശം 416 ഫാമിലീസ് വിത്ത് 3 lakh സ്പീഷീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ റീസെന്റ് ആയിട്ടുള്ള ഒറിജിൻ ആണ് ഈ പറയുന്ന ആൻജിയോസ്പെർംസിൽ പറയുന്നത്. അതിലും നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പീഷീസ്, നമ്മളത് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നമ്മുടെ ചുറ്റുപാട് നോക്കിയാലും കാണുന്ന സ്പീഷീസുകളെക്കാളും കൂടുതൽ പ്ലാന്റ്സ് നമ്മൾ. അതിൽ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള കുറെ സ്പീഷീസുകളൊക്കെ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നമ്മൾ അറിയപ്പെടാതെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്ക് ആ പ്ലാന്റുകളെ കുറിച്ച് അറിയാൻ തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ധാരാളം ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പീഷീസുകൾ നമുക്ക് ഫോറസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിന്റെ ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ വെസ്റ്റേൺ ഗാട്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണെന്നറിയാം. അപ്പം ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന റീജിയനിൽ നമുക്ക് ധാരാളം പ്ലാന്റ്സ്, ഇപ്പൊ ഈ പറഞ്ഞ തന്നെ എൻഡമിസം വളരെ കൂടുതലുള്ള ഒരു റീജിയൻ ആണ് നമുക്ക് നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹിമാലയാസും, വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ശ്രീലങ്ക, എൻഡോബാർ ലാൻഡ്സും ലാൻഡ്സ് പറയുന്ന 4 റീജിയൻസ് ആണ് നമുക്ക് ഹോട്ട്സ്പോട്ട് ആയിട്ട് കാണുന്നത്. ഇപ്പം അതിൽ വെസ്റ്റേൺ ഗാട്സിൽ നമ്മൾ തപ്തി റിവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കന്യാകുമാരി എൻഡ് ചെയ്യുന്നവരെയാണ് നമുക്ക് വെസ്റ്റേൺ ഗാട്സിന്റെ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും വെസ്റ്റേൺ ഗാട്സിന്റെ റീജിയന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഒരു ഗിഫ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ക്ലൈമറ്റ്, നല്ലൊരു ക്ലൈമറ്റിനും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം, ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകൾ ഉണ്ടാകുന്നതിനും ഈ പറയുന്ന വെസ്റ്റേൺ ഗാട്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടുത്തെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാധ്യതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ വെസ്റ്റേൺ ഗാട്സ് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് യുണീക്ക് ആയിട്ടുള്ള ഹാബിറ്ററ്റ്സ് ആണ്. ദെൻ നല്ല സ്പീഷീസ് റിച്ച്നെസ് ഉള്ള ഏരിയകളാണ്, ഹൈ എൻഡമിസം ആണ്, അതുപോലെ തന്നെ പോയിന്റ് എൻഡമിക്സ് ധാരാളമുള്ള ഏരിയകളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് എന്താണെന്ന് വെച്ചാൽ ഈ റീജിയൻ ഈ അടുത്ത കാലത്ത് ധാരാളം ത്രെറ്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇപ്പൊ അടുത്ത് തന്നെ ഫ്ലഡ് നമുക്ക് 2017 കഴിഞ്ഞു. അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ് ധാരാളം നമുക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മൾ പലതരം ഏരിയകളും വാനിഷ് ചെയ്തു പോവുകയാണ്. ആ വാനിഷ് ചെയ്തു പോകുമ്പം ട്രീസ് മാത്രമല്ല അതിന്റെ തണലിൽ ഉണ്ടാകുന്ന പല പ്ലാന്റ്സും നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷൻ, ഇതെല്ലാം നമ്മളെ ഈ പറയുന്ന വെസ്റ്റേൺ ഗാട്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ത്രെട്ടാണ്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, നമ്മളൊരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ പ്ലാൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്റെ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. ഞാനൊരു ചെറിയൊരു കോട്ടിലോട് ഡേവിഡ് വാഗ്നറിന്റെ ലോസ്റ്റ് എന്ന് പറയുന്ന പോയം, ഹീസ് ഫ്രം അമേരിക്ക. No two trees are the same to raven and no two branches are the same to run. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ മലങ്കാക്ക പറയുന്നത് 2 മലങ്കാക്കകൾക്ക് രണ്ട് ട്രീസ്
വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ 2 ബ്രാഞ്ചസ് എന്ന് പറയുന്നത് കുരുവികൾക്ക് വ്യത്യസ്തമാണ്. അപ്പൊ അതേപോലെയാണ് നമ്മുടെ കേസ് എന്ന് വെച്ചാൽ ബ്രയോഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈക്കൻ പഠിക്കുന്ന അല്ലെങ്കിൽ എപ്പിഫൈറ്റിക് ആയിട്ടുള്ള സ്പീഷീസ് പഠിക്കുന്ന എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. എന്ന് വെച്ചാൽ 2 ട്രീ എന്ന് പറയുന്നത് ഒരിക്കലും ഒരേപോലെ ആകില്ല. 2 ബ്രാഞ്ച് എന്ന് പറയുന്നതും ഒരേപോലെ ആകില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. ദറ്റ് ഈസ് 2 ട്രീസ് സ്റ്റാൻഡിങ് സൈഡ് ബൈ സൈഡ് ഇൻ എ ഫോറസ്റ്റ് മേ അപ്പിയർ സിമിലർ. നമ്മൾ ഫോറസ്റ്റിൽ കാണുന്ന 2 ട്രീസ് നമുക്ക് എല്ലാവർക്കും നോർമലായിട്ട് ഒരാൾക്ക് 2 സിമിലർ ആയിട്ട് തോന്നാം. അതുപോലെ തന്നെ 2 സ്റ്റോൺ അപ്പുറത്തും കിടക്കുന്നതും ചെറുതും വലുതുമായിട്ടുള്ള 2 സ്റ്റോൺസ്, അതും ചിലപ്പം ഓരോ ആൾക്കാർക്കും അത് സ്റ്റോൺ ആയിട്ട് മാത്രം തോന്നും. പക്ഷെ നമ്മൾ ബ്രയോഫൈറ്റ് സ്റ്റഡീസ് ചെയ്യുന്നവർക്ക് അത് രണ്ടും എല്ലാം എന്ന് വെച്ചാൽ 2 ട്രീയും ഡിഫറെന്റ് ആയിരിക്കും, 2 ബ്രാഞ്ചും ഡിഫറെന്റ് ആയിരിക്കും, 2 സ്റ്റോൺസും ഡിഫറെന്റ് ആയിരിക്കും. അതിലേക്കാണ് നമ്മളിപ്പോ വരുന്നത്. അപ്പൊ ഈ ഒരു ട്രീ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ജനറൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ബ്രയോഫൈറ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ ലൈക്കനുകളെ കുറിച്ചോ എപ്പിഫൈറ്റുകളെ കുറിച്ചോ പഠിക്കാത്തവർക്ക് ഇതൊരു ട്രീ മാത്രമാണ്. ഇതൊരു ചെറിയ ട്രീ, ഞാനൊരു ചെറിയ ട്രീ ആണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം അതിനകത്ത് ഞാൻ ബ്രയോഫൈറ്റുകളെ കുറിച്ച് പറയാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു MSc ഡെസർട്ടേഷൻ ചെയ്യാനുള്ള സ്പീഷീസുകളുടെ ഒരു കോമ്പോസിഷൻ ആണ് ഒരു ട്രീ ഉള്ളത്. അപ്പൊ ഇത് വയനാട് എന്നുള്ള ഒരു ചെറിയൊരു ട്രീ ആണ്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു ട്രീയിൽ ഇപ്പൊ 15ഓളം സ്പീഷീസ് കോമ്പോസിഷൻ ഇതിനകത്ത് വരുന്നു. ഇതിൽ നോക്കി ഒരു സൈഡിൽ മാത്രമാണ്, അപ്പത്തെ സൈഡിലും ഇതേപോലെ തന്നെ പ്ലാന്റ് കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഉണ്ടാകുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഓരോ റീജിയനിലും ഉണ്ടാകുന്ന ഇന്റൻസിറ്റി അനുസരിച്ച് വ്യത്യാസം അനുസരിച്ച്, അതുപോലെ തന്നെ ആ റീജിയനിൽ ഉണ്ടാകുന്ന pH ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് സ്പീഷീസിന്റെ കോമ്പോസിഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ താഴെ ഉണ്ടാകുന്ന സ്പീഷീസ് മുകളിലുണ്ടാവില്ല, മുകളിലുണ്ടാകുന്ന താഴെ ഉണ്ടാവില്ല, നടുക്കുള്ളത് അപ്പുറത്തെ സൈഡിൽ ഉണ്ടാവില്ല. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷെ ഒരു ജനറൽ ഓഡിയൻസിന് കാണുന്ന സമയത്ത് ഇത് ഒന്നുമില്ല. അപ്പൊ നമ്മളൊരു ഫോറസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കണ്ടില്ല, ബ്രയോഫൈറ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഡൈവേഴ്സിറ്റിയാണ്. അപ്പൊ ഒരു ട്രീ തന്നെ ഇത്രയും സ്പീഷീസുകളെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുക. അപ്പം ആ ഒരു ട്രീയുടെ ഫില്ലിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നമ്മൾ ആലോചിച്ചാൽ മതി. അതിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന 15ഓളം സ്പീഷീസുകളെ, ഇതിപ്പോ ഞാൻ ബ്രയോഫൈറ്റിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അല്ലാതെ തന്നെ ഇതിനകത്ത് എത്രമാത്രം ഇൻസെക്റ്റുകളും അതുപോലെ തന്നെ അതർ പ്ലാന്റ്സും അങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ അതെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ അതുപോലെ തന്നെയാണ്. നമുക്കറിയാം ഇത് ഷോള ഫോറസ്റ്റിലുള്ള ഒരു സ്പീഷീസ് ഒരു പ്ലാന്റ് ആണ്. അപ്പൊ അതിൽ നോക്കി എല്ലാ ബേസ് ടു എപ്പെക്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ആണ്. ചിലപ്പം അത് ഓവർലാപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് സ്പീഷീസുകൾ വരാം. പക്ഷെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ആണ്. ഇത് നമ്മുടെ നാടുകളിൽ കാണുന്ന സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റിയാണ് പറയുന്നത്. ബ്രയോഫൈറ്റ്സിന്റെ സ്റ്റഡീസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം ഇത്രയും ഡൈവേഴ്സ് ആണെന്ന് പറയുമ്പോഴും പണ്ട് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് റാൻഡം ആയിട്ട് അവരുടെ സ്റ്റഡീസ്, ബെഡോം സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് ഇവിടെ വന്ന പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും സ്റ്റഡീസ്, അവര് ബെഡോമിന്റെ വർക്കിൽ രണ്ടുമുണ്ട്, അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ വന്ന് റാൻഡം ആയിട്ട് നമ്മുടെ നീലഗിരി ഹിൽസിലൊക്കെ വന്നെങ്കിലും നമ്മുടെ കേരളത്തിലേക്ക് ആരും തന്നെ ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഉള്ള റാൻഡം വർക്ക്, ഇപ്പൊ ഡിക്സന്റെ ഒക്കെ വർക്കുകൾ നടക്കുമ്പോഴും 1921 വളരെ കുറച്ച് പ്ലാന്റ്സ് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ഒരു 10-15 പ്ലാന്റ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റഡി നടക്കുന്നത് ഈ സൈലന്റ് വാലിയില് 1983 അവിടുത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് BSc സ്റ്റഡീസ് നടത്തിയതിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിലൊരു 83 സ്പീഷീസ് ആണ് സൈലന്റ് വാലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൈലന്റ് വാലിയുടെ റീസെന്റ് സ്റ്റഡീസ് പറയുന്നത് ശരിക്കും 260ഓളം സ്പീഷീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പീഷീസുകളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വന്നിട്ടുണ്ടാകും. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന പിന്നെയുള്ള സ്റ്റഡീസ് എന്ന് പറയുന്നത് 1990 അതും BSc സ്റ്റഡി തന്നെയാണ്. ഇടുക്കിയില കൊളമാവു പൈനാവൂർ റീജിയനിലുള്ള അവിടെ നിന്ന് ഒരു 93 ടാക്സ് വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 2000 മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് സ്റ്റഡീസിലാണ് വരുന്നത്. പിന്നെ ദുലീപ് ഡാനിയൽസ് എന്ന് പറയുന്ന ഒരു സാറ് നാഗർകോവിൽ നിന്ന് ഇവിടെ വന്ന് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ടാക്സോണമിക് എന്ന് വെച്ചാൽ ഫ്ലോറിസ്റ്റിക് സ്റ്റഡീസ് മേജറായിട്ട് നടത്തുന്ന മെയിൻ സെന്റേഴ്സ്. അപ്പൊ നമ്മൾ ഈ ഒരു 2000 മുതൽ 2025 ആകുമ്പോഴത്തേക്കും 750ഓളം സ്പീഷീസ്, ഇപ്പൊ ഒരു ചെറിയൊരു വ്യത്യാസം നമ്പറിൽ വന്നിട്ടുണ്ടാകാം, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും സ്പീഷീസുകൾ ഇതിനകത്ത് വന്നു. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ആൻജിയോസ്പെർമിന്റെ സ്റ്റഡീസ് ഒന്നും ഒരിക്കലും
ഒരു ഒരു സ്ലൈഡിനകത്ത് നിങ്ങൾക്ക് ഒരിക്കലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സ്റ്റഡീസ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുക. ഇത് വേണമെങ്കിൽ ഇനി വരുന്ന പുതിയ പുതിയ തലമുറകൾ സ്റ്റഡീസ് നടത്തി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് കൂടുതൽ റിപ്പോർട്ടുകൾ വരാനുണ്ടാവും. എക്സ്ക്യൂസ് മീ. നമ്മുടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വേൾഡില് ഇപ്പം ആഫ്റ്റർ ആൻജിയോസ്പേം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി കാണുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. 25,000 സ്പീഷീസ് ഉണ്ട്. അതിൽ തന്നെ മോസ് 18,000 സ്പീഷീസ് മോസാണ് കാണുന്നത്. നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും അത് 3,500 സ്പീഷീസ്, വളരെ കുറവാണ്. ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയുടെ നമുക്ക് ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള റീജിയൻസ് 4 റീജിയൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 3,500 സ്പീഷീസ് മാത്രമാണ്. പിന്നെ വെസ്റ്റേൺ ഗാട്സിലേക്ക് വരുമ്പോഴത്തേക്കും 1,224 സ്പീഷീസ് ആണ് പറയുന്നത്. അപ്പം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത് 2,000 അതിനേക്കാളും കൂടുതൽ സ്പീഷീസുകളെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ്സിന്റെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഒരു 83-ൽ നിന്നും 1,224-ലേക്ക് ഒരു 1983-ൽ നിന്ന് 2025-ലേക്ക് അവിടെ എത്തി നമ്മൾ അവിടെ നിൽക്കുകയാണ്. അപ്പൊ അതിനകത്ത് തന്നെ എന്താ പറയാ, കൂടുതലും ന്യൂ റെക്കോർഡ്സ്, ധാരാളം നോവൽറ്റീസ്, നിയർലി 32 സ്പീഷീസ് നമ്മൾ പുതിയതായിട്ട് വെസ്റ്റേൺ ഗാട്സ് ഞങ്ങള് ഒരു 24 സ്പീഷീസ് വന്നിട്ട്, പിന്നെ ഡൂലി ഡാനിയൽ സാറിന്റെ ഗ്രൂപ്പ് ബാക്കി സ്പീഷീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിക്കവാറും നമ്മൾ ആഡ് ചെയ്യുന്നത് ന്യൂ റെക്കോർഡ്സ്, ഏഷ്യൻ റെക്കോർഡ്സ്, ഇന്ത്യൻ റെക്കോർഡ്സ്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ റെക്കോർഡ്സ്, അങ്ങനെ ധാരാളം സ്പീഷീസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഈ 1,224 എന്ന് പറയുന്നത് നോക്കി കഴിഞ്ഞാൽ മോസസ് ആണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ആയിട്ട് കാണുന്നത്. 825 സ്പീഷീസ് ഉണ്ട്. അതുപോലെ ആന്തോസറോസ്, ഹോൺവേർഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് 20 സ്പീഷീസും, അതുപോലെ തന്നെ ലിവേർഡ്സ് എന്ന് പറയുന്ന 379 സ്പീഷീസും മാത്രമാണ് നമുക്ക് ഉള്ളത്, ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് ന്യൂ റെക്കോർഡ്സുകളുടെ സ്പീഷീസ് ആണ്. നമ്മൾ ന്യൂ ടാക്സ എന്ന് പറയുന്നത് 32 സ്പീഷീസ് വന്നിട്ടുണ്ട്. അതില് നമ്മൾ പുതിയ ജീനസുകൾ, ഒരു 2 പുതിയ ജീനസ് നമുക്ക് വന്നിട്ടുണ്ട്. ഒരു സ്പീഷീസ് ഇവിടെ സൈലന്റ് വാലിയിൽ നിന്നാണ്. ഒന്ന് നമ്മുടെ ഒരു കാവിൽ നിന്ന് ഒരു പുതിയ ജീനസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ടിങ്. നമ്മള് വെജിറ്റേഷൻ ടൈപ്സിന് വെജിറ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡിഫറെന്റ്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്സ് അല്ലെങ്കിൽ കേരള എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റേഷൻസ് കൊണ്ട് നമ്മൾ ബ്ലെസ്ഡ് ആണ് ശരിക്കും. അപ്പൊ ഈ വെസ്റ്റേൺ ഗാട്സിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ വെജിറ്റേഷൻ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ബ്രയോഫൈറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മേജറായിട്ട് ചാമ്പ്യൻ ആൻസത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നത്, അതിനെ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ബ്രയോഫൈറ്റിന്റെ ഡൈവേഴ്സിറ്റിയെ ബേസ് ചെയ്തിട്ട് ഒരു 5 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡ്യൂസ്, മോയിസ്റ്റ് ഡെസിഡ്യൂസ്, തോൺ ഫോറസ്റ്റ്, ഈ ഒരു ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്പീഷീസുകൾ മാത്രമാണ് മോസസ് ആയാലും ലൈക്കൻ ആയാലും അതുപോലെ തന്നെ ലിവേർഡ്സ് ആയാലും ഫേൺസ് ആയാലും നമുക്ക് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ സെമി എവർഗ്രീൻ ആൻഡ് വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ഷോള ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റേഷൻ എന്ന് പറയുന്നത് മാക്സിമം ഡൈവേഴ്സിറ്റി കാണുന്നത് ഈ പറയുന്ന 3 ഗ്രൂപ്പുകളിലാണ്. പിന്നെ സാവന്നസ്, മൗണ്ടൻ വെറ്റ് ഗ്രാസ് ലാൻഡ്സ്. അപ്പൊ ഈ ഗ്രൂപ്പ് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ, പക്ഷെ ഇതിന്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയും, ഇപ്പൊ ഗ്രാസ് ലാൻഡിന്റെ ഒക്കെ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോളയിൽ നിന്ന് കാണുന്ന സ്പീഷീസോ എവർഗ്രീനിൽ കാണുന്ന സ്പീഷീസോ ഒന്നും ഈ പറയുന്ന ഗ്രാസ് ലാൻഡിൽ ഉണ്ടാകില്ല. ഈ ഗ്രാസ് ലാൻഡിലുള്ള സ്പീഷീസ് അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്പീഷീസുകളാണ് നമ്മുടെ ഗ്രാസ് ലാൻഡിൽ കാണുന്നത്. പിന്നെ വെറ്റ് ലാൻഡ് ആൻഡ് റിപ്പേറിയൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്, അത് വെറ്റ് ലാൻഡ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ബ്രയോഫൈറ്റിന്റെ ഡൈവേഴ്സിറ്റി ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത് വ്യത്യാസമാണ്. പിന്നെ ക്രോപ്പ് ലാൻഡ്, അഗ്രികൾച്ചർ ലാൻഡ്സ്, ഈ ടീ പ്ലാന്റേഷൻസ്, കോഫി പ്ലാന്റേഷൻസ്, അതുപോലെ തന്നെ അരിക്കനട്ട് പ്ലാന്റേഷൻ, ഇതിലൊക്കെ നോക്കിയാലും ഡൈവേഴ്സിറ്റി വ്യത്യാസം ഉണ്ടാകും. ആ സ്പീഷീസുകളൊന്നും തന്നെ നമുക്ക് ഈ പറയുന്ന ഫോറസ്റ്റുകളിൽ കാണില്ല. പിന്നെ ഹ്യൂമൻ ഹാബിറ്റേഷൻ, നമ്മുടെ ഇന്റർഫറൻസ് ആവശ്യമുള്ള ചില സ്പീഷീസുകളുണ്ട്, എങ്കിൽ മാത്രമേ അടുത്ത ജനറേഷനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ റിക്സിയ നമ്മളെല്ലാവരും ചുറ്റുപാടും കാണുന്നതാണ്. അതിനൊരു ഹ്യൂമൻ ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഒരു ആനിമൽ ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് അതിനുണ്ടെങ്കിൽ മാത്രമേ ആ സ്പീഷീസ് ഈ ഒരു ഏരിയയിൽ കാണുള്ളൂ. അപ്പൊ ഈ പറയുന്ന റിക്സിയ എന്ന് പറയുന്ന സ്പീഷീസ് നമുക്ക് ഫോറസ്റ്റിൽ കാണാനേ പറ്റില്ല. എന്ന് വെച്ചാൽ അതിന് ഒരു ഡിസ്റ്റർബൻസ് എപ്പോഴും ആവശ്യമാണ്.
നമ്മള് ബ്രയോഫൈറ്റ്സിന്റെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഡൈവേഴ്സിറ്റി നോക്കുമ്പോൾ ഗുജറാത്ത് മുതൽ നമ്മൾ തമിഴ്നാട് എല്ലാ ഏരിയയിലെയും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗുജറാത്തിൽ നിയർലി 33 സ്പീഷീസ്, മഹാരാഷ്ട്ര ഇതിലൊന്നും നമ്മള് സ്പീഷീസ് ഇല്ലാത്തത് കൊണ്ടല്ല, എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ സ്റ്റഡീസ് മഹാരാഷ്ട്രയിലൊക്കെ സ്റ്റഡീസ് വളരെ കുറവാണ്. ഗോവയിലാകെ 1-2 സ്റ്റഡീസ് ആണ്, വളരെ റാൻഡം ആയിട്ടുള്ള കളക്ഷൻസ്. ഇപ്പൊ ഞങ്ങളും ഒരു കളക്ഷൻ നടത്തിയിട്ടുണ്ട്, അതിനകത്ത് വളരെ കുറച്ച് സ്പീഷീസുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. കർണാടക അതുപോലെ തന്നെ, കർണാടകയിൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. അല്ല നമ്മുടെ പോലെ തന്നെ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയ ആണ്, പക്ഷെ അവിടെ സ്റ്റഡീസ് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ്. ചെയ്തിരുന്നവര് 1-2 തീസിസുകൾ ചെയ്തു, അവരതങ്ങ് പോയി, പിന്നെ വേറെ ആരും ചെയ്യുന്നില്ല എന്നുള്ളത്. ദെൻ കേരളയിൽ നമ്മളിപ്പം സ്റ്റഡീസ് നടക്കുന്നുണ്ട്, തമിഴ്നാടും അതുപോലെ തന്നെ ഇന്റൻസീവ് ആയിട്ട് സ്റ്റഡി നടക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ നമ്മൾ എല്ലാ മേജർ ഹാബിറ്ററ്റ്സ് എല്ലാം നോക്കിയാലും നമുക്ക് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിലാണ് മാക്സിമം ഡൈവേഴ്സിറ്റി. അപ്പൊ ഇതുവരെ ഉള്ളതിൽ മാക്സിമം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. പിന്നെ ഷോള ഫോറസ്റ്റ്, മൗണ്ടൈൻ വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്, സെമി എവർഗ്രീൻ ഫോറസ്റ്റ്, അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ലാസ്റ്റ് തോൺ ഫോറസ്റ്റിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് സ്പീഷീസ്. അതുപോലെ തന്നെ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് നോക്കിയാലും നമുക്ക് ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എപ്പോഴും ഡ്രൈ ആയിരിക്കും, പക്ഷേ അവിടുത്തെ സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രയോഫൈറ്റ്സിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു സ്ഥലവും ഒഴിവാക്കാൻ പറ്റില്ല, എക്സെപ്റ്റ് സീ വാട്ടറിൽ മാത്രം, നമുക്ക് സലൈൻ ഏരിയയിൽ മാത്രം നമുക്ക് ബ്രയോഫൈറ്റ്സിനെ കാണാൻ പറ്റില്ല. ഈവൻ ഒരു പഴന്തുണി ഇത്തിരി മണ്ണ് കയറി കിടന്നാലും അതിനകത്തും വരും, ആസ്പെറ്റോസിന്റെ ഷീറ്റിൽ വരും. അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റിൽ വളരാൻ പറ്റുന്ന സ്പീഷീസുകളുണ്ട്. ഇപ്പൊ ബ്രയം അർജൻഷ്യം എന്ന് പറയുന്നത് ആസ്പെറ്റോസ് നമ്മുടെ എക്സ്ട്രീം ഹോട്ട് കണ്ടീഷനിൽ മുകളില് റൂഫിന്റെ ടോപ്പിൽ അത് ചെറിയ മണ്ണ് മതി, മണ്ണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്, അത് അവിടെ വളർന്നോളും അത്രയും. അപ്പം നമുക്ക് ഒരിക്കലും ഒരു സ്ഥലവും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ബ്രയോഫൈറ്റ്സിന്റെ കേസിൽ. അപ്പം അതുപോലെ തന്നെ അതിന്റെ കോമ്പോസിഷൻ, ബ്രയോഫൈറ്റ്സിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് വെജിറ്റേഷൻ ടൈപ്സിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഏരിയ അറിയുന്നതാണ്, ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്, ഡ്രൈ ഡെസിഡിയസ് ഏരിയ ചിന്നാറിന്റെ ഏരിയ ആണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ബ്രയോഫൈറ്റ്സ് ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. പക്ഷെ നോക്കൂ, ഈ ബ്രയോഫൈറ്റ് എവിടെ കയറി ജീവിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇത്രയും ഹോട്ടായിട്ടുള്ള, നമുക്ക് ചിന്നാറിന്റെ ഏരിയ എപ്പോഴും അറിയുന്നതാണ്, ഏതെങ്കിലും ഒരു സമയത്ത് വല്ലപ്പോഴും ഒരു മഴ കിട്ടിയാൽ മാത്രമായി. പക്ഷെ അതിൽ വളരുന്ന വളരെ റെയർ ആയിട്ടുള്ള സ്പീഷീസുകളാണ് അവിടെ വളരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന ഫോട്ടോയിൽ അറിയാം, സെലാജിനുള്ള വൈറ്റി എന്ന് പറയുന്നത് അത് ഫേൺ ആണ്, അത് റിസ്ട്രക്ഷൻ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന സെലാജിനുള്ള വൈറ്റി ആണ്. അപ്പൊ ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റിസ്ട്രക്ഷൻ പ്ലാന്റ്സ് ആണ്, എല്ലാ മോസുകളും റിസ്ട്രക്ഷൻ പ്ലാന്റ്സ് ആണ്. അതിന് വെള്ളത്തിൽ ഡ്രൈ ആയാലും വെള്ളത്തിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഷേപ്പിലേക്ക് വരും. അപ്പൊ നമുക്ക് എത്ര വർഷമായാലും, ഒരു 100 വർഷം കഴിഞ്ഞാലും ബ്രയോഫൈറ്റ്സ് ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇതിൽ നോക്കൂ, ഇത് നമ്മൾ എടുക്കുന്നത് ഒരു ഡിസംബർ ജാനുവരിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ആണ്. എത്ര ഫ്രഷ് ആയിട്ടാണ് അത്. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഹാബിറ്ററ്റിൽ വളരാനുള്ള അഡാപ്റ്റേഷൻസ് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഇത് ഒരു റിക്സിയാണ്. റിക്സിയ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന സാധനം. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളൊരു +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഒരു ബയോളജി പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് എല്ലാവരും റിക്സിയ അറിയുന്നതായിരിക്കും, റിക്സിയ ഫിനാറിയ എന്ന് പറയുന്നത്. ഇത് നോക്കിയാൽ ഇത് ഈ സ്കെയിൽ ഇവിടെയുള്ള സ്പീഷീസിൽ ഉണ്ടാകില്ല. ഇത് ഈ സ്കെയിൽ എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രീം ഹോട്ട് കണ്ടീഷനെ ത്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ്. ഒരു CD8 സ്പീഷീസ് ആയിട്ടാണ് അത് വരുന്നത്. ഇത് അതുപോലെ തന്നെ ഇതിനകത്ത് സ്കെയിൽസ്, ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള സ്കെയിൽസ് വളരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ വളരുന്ന സ്പീഷീസ്. അപ്പൊ ഓരോ പ്ലാന്റും അതിൻ്റെതായിട്ടുള്ള ഏരിയകളിലും അതിന്റെ കണ്ടീഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ട് വളരും. ഇതൊരു പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ പീച്ചി ഡാമിന്റെ ഏരിയ ആണ്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പുതിയ സ്പീഷീസ് കിട്ടി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയ് മാസത്തിൽ ഉള്ള ആദ്യത്തെ മഴയ്ക്ക് ഈ പറയുന്ന പ്ലാന്റ് റിക്സിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് കംപ്ലീറ്റ് ഇത് മൊത്തം ഡാം കംപ്ലീറ്റ് ആവും. ഇപ്പൊ ഈ ഡാം മുകളിലേക്ക് കയറി വരും. ഇത് നമ്മൾ എടുക്കുന്നത് ആ സമയത്ത് മെയ്യിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഡാമിന്റെ വെള്ളം താഴേക്ക് പോയി കഴിഞ്ഞ് നവംബർ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ പ്ലാന്റ് കിട്ടുന്നത്. അത്രയും നാള് ഈ പ്ലാന്റ് വെള്ളത്തിനടിയിൽ കിടക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് എങ്ങനെ അത് അവിടെ ത്രൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്രയും ഒരു മാഷി ആയിട്ടുള്ള ലാൻഡാണ്, ആ മാഷി ഹാബിറ്ററ്റിൽ ഇത് വളരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു സഹ്യാദ്രിക്ക എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇതിന്റെ ഒരു റിലേറ്റീവ് ആസ്ട്രേലിയയിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നാസിക ബട്രാക്കസിന്റെ ഹിസ്റ്ററി പഠിച്ച പോലെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു സ്പീഷീസ് ആയിട്ട്
അതിനെ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിന് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ അതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹാബിറ്റ് അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സിനും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിലുള്ള ഇപ്പൊ നമ്മുടെ കേരളത്തിൽ 31 വെസ്റ്റേൺ ഗട്ട്സിൽ 31 സ്പീഷീസ് ഉണ്ട്. അതിൽ ഈ ഒരു സ്പീഷീസിന് മാത്രമാണ് അതിന്റെ ഫോട്ടോസിന്തറ്റിക് ഫിലമെന്റ്സ് അടിഭാഗത്താണ്. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് വെൻട്രൽ സർഫസിലാണ്, ബാക്കി എല്ലാത്തിനും നടക്കുന്നത് മുകൾ ഭാഗത്താണ്. അത് എന്തുകൊണ്ട് എന്നുള്ളത് സ്റ്റഡീസ് ഒക്കെ ഇനി നടത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ പ്ലാന്റ് ആണ്, ഈ റൗണ്ട് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് കാണുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു പുതിയ സ്പീഷീസ് ആണ് പിച്ചി വാഴാനി ഏരിയയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഈ പ്ലാന്റുകൾക്കൊക്കെ ബയോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ആ ഒരു ഇക്കോസിസ്റ്റത്തിൽ വളരാനുള്ള അല്ലെങ്കിൽ അതിൽ ത്രൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനകത്ത് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയകളിൽ അപ്പൊ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റിലേക്ക് വരുന്ന ഏരിയകളിൽ വളരുന്ന പ്ലാന്റ്സും അതുപോലെ തന്നെ ഇപ്പൊ സെമി എവർഗ്രീൻ വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പലതരത്തിലുള്ള ഫോറസ്റ്റുകളിൽ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള എക്സ്ട്രീം ടോപ്പ് കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി കുറവായിരിക്കും. പക്ഷെ ഇതിന്റെ മാർജിനിൽ എന്ന് വെച്ചാൽ ലൈറ്റ് അവൈലബിലിറ്റി ഉള്ള റീജിയനിലായിരിക്കും ഇതിന്റെ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കട്ടിങ്സുകളിലൊക്കെ സലംവാലി ആയാലും നെല്ലിയാമ്പതി ആയാലും നമ്മൾ കളക്ഷൻസ് ചെയ്യുന്ന സമയത്ത് ഈ തിക് ഫോറസ്റ്റിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ബാർക്കിലൊക്കെ കുറച്ച് പ്ലാന്റ്സ് കിട്ടും എന്നുള്ളതല്ലാതെ അതിന്റെ മാർജിനിൽ പക്ഷെ അതിന്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. ഇപ്പൊ ഇരവികുളം നാഷണൽ പാർക്കിന്റെ റീജിയൻ അതിപ്പോ ഷോള പാച്ചസ് ആണ്. അപ്പൊ ഈ റീജിയനിലൊക്കെ കാണുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം വൈൽഡ് ലൈഫ് സെർച്ച് ഇപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇത്രയും ഹോട്ട് ആയിട്ടുള്ള ഇത് ഇരവികുളം നാഷണൽ പാർക്ക് തന്നെ. ഇതിൽ എന്താണ് കളക്ട് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഫോറസ്റ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ബ്രയോഫൈറ്റ് ഒന്നും കണ്ടില്ല എന്ന് പറയും. പക്ഷെ ഇതിനകത്ത് എന്താണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷൻ നമുക്ക് ഭയങ്കരമായിട്ടുണ്ടാവും. ഇത് ഹാങ് ചെയ്ത ടൈപ്പ് പ്ലാന്റുകളും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഫോറസ്റ്റിനകത്തുള്ളത്. ഇതിനെല്ലാം തന്നെ ഇക്കോളജിക്കലി ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കണ്ടാവും ഇതിനകത്തുള്ള എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. നമ്മൾ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഫോറസ്റ്റിൽ പോയാലും ഒരു ജൂലൈ ആഗസ്റ്റ് മാസം പോയാലും ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പം ജൂലൈ ആഗസ്റ്റ് എന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അപ്പൊ വെള്ളം എപ്പോഴും വീണുകൊണ്ടിരിക്കുക. പക്ഷെ ഇതേ ഒരു കൂൾനെസ് നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ ഫോറസ്റ്റുകളിൽ പോയി ഇപ്പൊ ഷോളയിലായാലും എവർഗ്രീനിലായാലും ഉണ്ടാകും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിനെ മുഴുവൻ അബ്സോർബ് ചെയ്തിട്ട് ഇതിന്റെ ലീഫ് സെല്ലുകളിൽ വെക്കാനുള്ള കപ്പാസിറ്റി ഈ ബ്രയോഫൈറ്റ്സിനുണ്ട്. അപ്പൊ ആ ഒരു കൂൾനെസ് എന്ന് വെച്ചാൽ ഒരു മൈക്രോ ക്ലൈമറ്റ് അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം. നമ്മൾ മൈക്രോ ക്ലൈമറ്റ് മറ്റുള്ള ജീവികൾക്ക് വളരാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാക്കി കൊടുത്തൊരു മൈക്രോ ക്ലൈമറ്റ് ഈ പ്ലാന്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ നാട്ടിൻപുറത്തായാലും നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്ലാന്റുകളൊക്കെ ആയാലും നമ്മൾ മഴക്കാലം വരുന്ന സമയത്ത് ഇത് ഒരു ബേസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിന്റെ പുറത്ത് ധാരാളം ഫേൺസും അതുപോലെ തന്നെ ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും അതിന്റെ വിത്തുകൾ മുളച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പം ഇത് കണ്ടോ എപ്പിഫൈറ്റിക് ആയിട്ട് എന്ത് സായത്തോടി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്ലാന്റ് ആണ്. പക്ഷെ അത് അവിടെ എപ്പിഫൈറ്റിക് ആയിട്ട് കയറുമ്പോഴത്തേക്കും അതിന്റെ സ്പീഷീസ് അവിടെ നോക്കിയാൽ ആ സ്പീഷീസ് ഡെവലപ്പ് ചെയ്തിട്ട് കവർനാരം തന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത് അത് എപ്പിഫൈറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. സ്പീഷീസിന്റെ പേരുകളിലൊന്നും നമുക്ക് വലിയ കാര്യം ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ ഫോറസ്റ്റിലേക്ക് ഇപ്പൊ നോക്കി ഈ ഒരു പാച്ചിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആസ്ട്രല്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇപ്പൊ MSc ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പക്ഷെ ആ ഒരു പാച്ച് നോക്കി ആ പാച്ചിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 6 or 7 പ്ലാന്റ് ഇതൊരു ചെറിയൊരു ഫോട്ടോ ആണ്, ചെറിയൊരു റീജിയനിലുള്ള ഫോട്ടോ ആണ്. അപ്പൊ ആ ഒരു റീജിയനിൽ തന്നെ എത്രമാത്രം പ്ലാന്റുകളാണ് അതിനകത്ത് സൈനോബാക്ടീരിയ ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം ചെറിയ ചെറിയ ഇൻസെക്ട്സുകൾ ഉണ്ട്. അപ്പൊ ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൈക്രോ ക്ലൈമറ്റ് അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. മാർക്കാൻഷ്യ എന്ന് പറയുന്നതും താലോയിഡ് ഫോം ആണ്. ലുൻലേറിയ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനിൽ മാത്രം കാണപ്പെടുന്ന പ്ലാന്റുകളാണ്. പിന്നെ ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ PG MSc പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പ്ലാന്റുകൾ മാർക്കാൻഷ്യ ലുൻലേറിയ ഇതെല്ലാം അവിടെയാണ് ധാരാളം ഉണ്ടായിരുന്നത്. ഇപ്പൊ അവിടെ ഒരു തരി കാണാനില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒന്ന് നമ്മുടെ മാസ്സായിട്ടുള്ള എന്താ പറയുക കളക്ഷൻ എന്ന് വെച്ചാൽ കിട്ടുന്നതൊക്കെ ഇങ്ങനെ 1 or 2 ഇപ്പൊ ഇതിലൊരു കാലസ് മതിയാവും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ അതായിരിക്കില്ല എടുക്കുന്നത്. ധാരാളം പ്ലാന്റുകൾ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ റിനോവേഷൻസ് അതുപോലെ തന്നെ പുതിയ റോഡുകൾ വരുന്നതും അതുപോലെ തന്നെ സൈഡ് കട്ട് ചെയ്ത് പോകുന്നതും ഒക്കെ ആയിട്ട് ഈ പ്ലാന്റുകൾ ഇപ്പൊ വളരെ അപൂർവമായിട്ട് ഇത് ഇങ്ങനെ 1 or 2 പ്ലാന്റുകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഈ ബ്രയോഫൈറ്റ്സിൽ ഒരു നശീകരണം സംഭവിച്ചിരിക്കുന്ന 2 പ്ലാന്റുകളാണ് ലുൻലേറിയം അതുപോലെ തന്നെ
മാർക്കൻഷ്യ എന്ന് പറയുന്ന പ്ലാന്റുകൾ. ഇപ്പം നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാൽ, ഷോള ഫോറസ്റ്റിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഷീസുകളുടെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്പീഷീസുകളാണ്. അപ്പൊ ഇത് ശരിക്കും ഹോർട്ടിക്കൾച്ചറിലൊക്കെ ധാരാളം സ്പീഷീസുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോർട്ടിക്കൾച്ചറിൽ ഫ്ലവറിന്റെ കളറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റുകൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് മിക്കവാറും ഒക്കെ, അല്ലെങ്കിൽ ലീഫ് കളർ വെച്ചിട്ടാണ്. ഇതിലെ ലീഫ് തന്നെ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള സ്പീഷീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്പീഷീസ്, ഇപ്പൊ ആൽപൈൻ റീജിയനിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്, അത് ആൽപൈൻ നേച്ചർ ഉള്ളത് കൊണ്ടാണ് ആയിട്ടുള്ള കളർ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഇത് ഒരു റോഡോബ്രയം എന്ന് പറയുന്നത് ബൗൾ കൾട്ടിവേഷൻ, ഇപ്പം ലാർജസ്റ്റ് മോസ് ആണിത്. റോഡോബ്രയം ജൈജാൻഷ്യം എന്ന് പറയുന്നത് അതിന്റെ വേറെ സ്പീഷീസ് ആണ്. ഇതും തന്നെ നമുക്ക് ബോൾ കൾട്ടിവേഷനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് നമ്മുടെ എന്താണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സ്പീഷീസുകളും നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. പിന്നെ അടുത്ത സാവന്നാസിലേക്കും അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്സ് വരുമ്പം ഗ്രാസ് ലാൻഡ് ഏരിയയിലൊക്കെ വരുമ്പോൾ ഇത് ഗ്രാസ് ലാൻഡ്, അപ്പൊ ഇത് ഗ്രാസ് ഉണ്ട്, മുകളിൽ കാണുന്നത് ഗ്രാസ് ആണ്, പക്ഷെ താഴെ കാണുന്നത് ബ്രയോഫൈറ്റ് ആണ്. നമ്മൾ എപ്പോഴും അതിനെ ഗ്രാസ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ബ്രയോഫൈറ്റിന്റെ സ്റ്റഡീസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിസിറ്റ് ചെയ്ത സ്ഥലമാണ് ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്, അതിന്റെ ഉള്ളിൽ ഭാഗം. ഞാൻ വിചാരിച്ചത് ഗ്രാസ് ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് അതിൻ്റെ അകത്ത് ക്യാപ്സ്യൂൾ ഡെവലപ്പ് ചെയ്ത് കണ്ടിട്ടത്. അപ്പൊ ഇത് അതുപോലെ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ കാണുന്ന സ്പീഷീസുകളാണ്. അപ്പൊ ഒരു ഗ്രാസിന്റെ ലുക്കിലായിരിക്കും ഇത് കാണുന്നത്. പക്ഷെ ഈ പ്ലാന്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഇതിനെല്ലാത്തിനും വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ഈ സ്പാഗ്രം എന്ന് പറയുന്ന നിൽക്കുന്ന സ്പീഷീസ് ആണ് ഇത്. നമ്മുടെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനിലെല്ലാം ഈ പ്ലാന്റിന്റെ ഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഷോള ഫോറസ്റ്റുകളിനകത്താണ് ഈ ഒരു സ്പീഷീസ്, അതിന്റെ ഗ്രാസ് ലാൻഡ് ഏരിയകളിൽ ഈ പ്ലാന്റ് ധാരാളം ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണ്, നമ്മൾ കുറച്ച് എടുത്ത് ഈ പാച്ചിൽ വെച്ച് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളം പല ഉപകാരങ്ങൾ. ഇപ്പൊ ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പൊ അതിനകത്ത് ധാരാളം സ്പീഷീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ഗ്രാസ് ലാൻഡിൽ മാത്രം കാണുന്ന സ്പീഷീസുകളാണ്. ഫിനേറിയ ഹൈഗ്രോമെട്രിക്ക, ഫിനേറിയ എന്ന് പറയുന്നത് ഫിനേറിയ ഹൈഗ്രോമെട്രിക്ക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഫിനേറിയ കണ്ടിട്ടുണ്ട്. നോക്കിയാൽ ഫിനേറിയ ഒരു കാരണവശാലും ലോ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ ലോ ആൾട്ടിറ്റ്യൂഡിൽ കാണുന്നത് ബ്രയം എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ ബ്രയത്തിന്റെ മുകളിൽ, ബ്രയം എന്ന് പറയുന്നത് നമ്മളൊരു ബ്രയം ഹൈ ആൾട്ടിറ്റ്യൂഡിലും കാണാം, ലോ ആൾട്ടിറ്റ്യൂഡിലും കാണാം. പക്ഷെ ഫിനേറിയ എന്ന് പറയുന്ന ഈ സ്പീഷീസ് എപ്പോഴും ഒരു 700-800 റീജിയനിൽ മുകളിൽ മാത്രം കാണുന്ന സ്പീഷീസ് ആണ്. അപ്പൊ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്, അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും ബ്രയം എടുത്തിട്ടാണ് ഫിനേറിയ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പലരും അങ്ങനെ പഠിക്കുന്നുണ്ട്, പക്ഷെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പലരും ബ്രയവും ഫിനേറിയയും സെപ്പറേറ്റ് ചെയ്തിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ആ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ആ ഫീൽഡ് കാണുന്ന സമയത്ത് മനസ്സിലാവും. ഇതിന്റെ മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കട്ടിങ്സ് കംപ്ലീറ്റും നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ കമ്മിങ് ടു വെറ്റ്ലാൻഡ്സ് ആൻഡ് റിപ്പേറിയം ഫോറസ്റ്റ്. നമുക്ക് വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൈഡിൽ ഇതിൽ ഗ്രാസ് ഉണ്ട്, ആൻജിയോസ്പേംസ് ഉണ്ട്, ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഇതിന്റെ കൂടെ തന്നെ കാണുന്ന, അപ്പൊ ഈ ഗ്രാസുകളും ഈ ഗ്രാസും അല്ലാതെ തന്നെ ഹെർബേഷ്യസ് ആയിട്ടുള്ള പല സ്പീഷീസുകളും ഇതിന്റെ എല്ലാ സ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിത്തുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ പ്രൊഫൈറ്റ്സിന്റെ ബേസിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അത് എടുത്തു നോക്കിയാൽ ശരിക്കും കാണാൻ പറ്റും അതിന്റെ പുറമെ ആയിരിക്കും ഈ പ്ലാന്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ഒരു സർഫസ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെഡ് പോലെ നമുക്ക് എടുത്ത് മാറ്റി എടുക്കാൻ പറ്റും. അത്രയും തിക്കായിട്ടാണ് ഈ ഇത്, വളരെ സ്പോഞ്ചി ആയിട്ടുള്ള രീതിയിലായിട്ട് മിക്കവാറും എല്ലാ ഫോറസ്റ്റ് കയറിയാലും സ്ട്രീം സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നേച്ചർ പലതരം സ്ഥലത്ത് കാണാൻ പറ്റും. ഇത് പ്യുവർലി അക്വാട്ടിക് ആയിട്ടുള്ള സ്പീഷീസ് ആണ് റിക്സിയ ഫ്ലൂറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്യുവർലി അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ റിക്സിയ ഫ്ലൂറ്റൻസ് നമ്മൾ മാത്രം പറയാൻ പറ്റും. പക്ഷെ അക്വാട്ടിക് ആയിട്ടുള്ള ധാരാളം സ്പീഷീസുകളുണ്ട്. ഇത് കൂടാതെ തന്നെ മോസുകളിൽ തന്നെ ധാരാളം സ്പീഷീസ് ഉണ്ട്. ഇപ്പൊ അക്വേറിയത്തിലൊക്കെ ധാരാളം സ്പീഷീസ് യൂസ് ചെയ്യുന്നുണ്ട്, മോസ് സ്പീഷീസുകളൊക്കെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഷീസ് ആണ്. ഇത് മാഷി ലാൻഡിലാണ് ധാരാളമായിട്ട് വളരുന്നത്. ഇതും അതുപോലെ തന്നെ മാഷി റിപ്പേറിയൻ ഹാബിറ്ററ്റ് വളരുന്ന കുറച്ച് സ്പീഷീസുകളാണ് ഞാൻ കാണിച്ചത്. ഇനി ക്രോപ്സ് അഗ്രികൾച്ചർ ലാൻഡിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ എന്താ പറയുക, ഊട്ടി, മൂന്നാർ, വയനാട് ഇങ്ങനെയുള്ള ഏരിയകൾ പ്ലാന്റേഷൻസിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ടീ പ്ലാന്റേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ മിക്കവാറും എല്ലാ ടീസിലും
ടീ പ്ലാന്റേഷൻസിലും നമുക്ക് ഈ ഫോറസ്റ്റിൽ കാണുന്ന പല സ്പീഷീസുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ആ ബേസ് കംപ്ലീറ്റ് ആണ്, അത് കംപ്ലീറ്റ് എന്ന് പറയുക. പക്ഷെ ഇതിനകത്ത് ടീ പ്ലാന്റേഷൻസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് കെമിക്കൽസ്, ഫെർട്ടിലൈസേഷൻ ആഡ് ചെയ്യുന്നതാണ്. ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. പക്ഷെ ആ ഒരു റീജിയനെ ത്രൈവ് ചെയ്ത് വളരാൻ പറ്റുന്ന സ്പീഷീസുകളാണ് ഇവിടെ നിൽക്കുന്നത്. അത് മിക്കവാറും ഒരു ലിവ്ബേർഡ് ടൈപ്പ് ആയിരിക്കും, ലീഫി ടൈപ്പ് ലിവ്ബേർഡ്സ് ആണ് ഈ ഏരിയകളിൽ ധാരാളമായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കോഫിയുടെ ബേസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കോഫി ട്രീ എടുത്താലും ഏത് ടീ പ്ലാന്റ് എടുത്താലും അതിന്റെ ബേസിലും ഇങ്ങനെ ധാരാളം സ്പീഷീസുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ കവുങ്ങ്, തെങ്ങ്, ഇതിലൊക്കെ നമ്മൾ മഴക്കാലം വരുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബാർക്കിൽ ധാരാളം സ്പീഷീസുകൾ കാണാൻ പറ്റും. ഇതൊന്നുമില്ല, ഇതൊരു എൻറ്റമോളജിയുടെ ഒരു ബുക്കാണ്. ഇപ്പൊ വില്ലിമർ എന്ന് പറയുന്നത്, വില്ലിമർ എറ്റാൾ 2000 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരൊരു ഒരു ചെറിയൊരു സ്റ്റഡി, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 2 ട്രീ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിരിക്കാം, 2 ബ്രാഞ്ചസ് എന്ന് പറഞ്ഞത് സെപ്പറേറ്റ് ആയിരിക്കാം. പക്ഷെ ഈ പ്ലാന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നോക്കിയേ, സൺലൈറ്റ് കിട്ടുന്ന ഓരോ റീജിയൻ എന്ന് വെച്ചാൽ ഒരു ലീഫ് ഒരു സ്റ്റോക്കിൽ നിന്ന് ഒരു ബേസിൽ ഒരു 31 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിന്റെ ടോപ്പിൽ 32.2 ആയിരിക്കും, അതിന്റെ അണ്ടർ സൈഡിൽ വെൻട്രൽ സർഫസിൽ 27.5 ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇൻസെക്ട് മുട്ടയിടുന്നതും അതുപോലെ തന്നെ ഇൻസെക്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുന്നതും എല്ലാം വ്യത്യാസം ഉണ്ടാവും. അതേപോലെയാണ് ബ്രയോഫൈറ്റ്സിന്റെ ഡെവലപ്മെന്റും. എവിടെയാണോ സൺലൈറ്റ് മാക്സിമം, അവർക്ക് സൺലൈറ്റ് മാക്സിമം ആണ്. എല്ലാ ബ്രയോഫൈറ്റ്, നമ്മൾ ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സിനെ നമ്മൾ പറയാറുള്ളൂ. ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡി റീജിയൻ ആണ്. ഇതിനെല്ലാത്തിനും ലൈറ്റ് ആവശ്യമാണ്. ആ ലൈറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഒരു സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് പറയുന്ന, സ്പീഷീസ് കോമ്പോസിഷൻ മാത്രമല്ല അതിന്റെ കളറും ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ട്രീ എന്ന് പറയുന്നത് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ആ പ്ലാന്റ് കാണുന്നത് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മൈക്രോ ഹാബിറ്ററ്റ്സ് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഏരിയ നമ്മളിപ്പോ പറയുന്നത് ബ്രയോഫിലിക് എന്നാണ് പറയുന്നത്. ബ്രയോഫിലിക് എന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റ് ഇഷ്ടപ്പെടുന്ന ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ലോക്സ് ആയാലും ഫാളൻ ലീവ്സ് ആയാലും ഫ്രഷ് ആയിട്ടുള്ള ലീഫ് ആയാലും ഇതിലെല്ലാത്തിലും ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസുകളായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഹാബിറ്ററ്റ്സിനെ നമ്മൾ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പിഫൈറ്റ്സ്, ടെറസ്ട്രിയൽ, അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യും. പക്ഷെ എപ്പിഫൈറ്റ്സിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മളൊരു എവർഗ്രീൻ ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഷോള ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ എവർഗ്രീനിലാണ് നമുക്ക് ഈ പറയുന്ന ബട്രസസ് എന്ന് പറയുന്ന ഒരു നേച്ചർ അതിൻ്റെ അകത്ത് കാണും. അതിനുണ്ടാകുന്ന സ്പീഷീസ് കോമ്പോസിഷൻ വ്യത്യാസം. അപ്പൊ ബേസ് ഓഫ് ട്രീസ് ബട്രസസ്, അത് ഷ്രബ്സിലായാലും ട്രീസിലായാലും, പിന്നെ ലോവർ പാർട്ട്, അപ്പർ പാർട്ട്, ബ്രാഞ്ചസ്, ടിപ്സ്, പിന്നെ എപ്പിഫിലസ് ആയിട്ടുള്ള ലിവിങ് ലീവ്സ്, ഡെഡ് ലീവ്സ്, ഇതിലെല്ലാത്തിലും സ്പീഷീസ്. ഇപ്പൊ ഒരു ലിവിങ് ലീഫ് എന്ന് പറയുന്നത് മരത്തിൽ നിൽക്കുന്നതാണ്, അത് താഴെ വീണാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ ഒരു ഡെഡ് ആയിട്ടുള്ള ലീഫ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് വരുന്ന സ്പീഷീസ് വ്യത്യാസമാണ്. ഈ ലീഫ് ഡെഡ് ആയി കിടന്നാലും പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ റൈസം ഓഫ് ഫേൺസ്, ലോക്സ്, ഡികമ്പോസിങ് വുഡ്, ഇതിലെല്ലാത്തിനും തന്നെ ഇതെല്ലാം എന്താണ്, ഒരു ട്രീയെ അസോസിയേറ്റ് ചെയ്തിട്ട് വളരുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രീയെ ബേസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന മൈക്രോ ഹാബിറ്ററ്റ്സ് ആണ്. മൈക്രോ ഹാബിറ്ററ്റ്സ് ആണ് പറയുന്നത്. ഇത് ബട്രസസ് എന്ന് പറയുന്നത്. ബട്രസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്പീഷീസ് കോമ്പോസിഷൻ വ്യത്യാസം. ഈ ബട്രസസിൽ ബേസിൽ ഒരു സ്പീഷീസ് ആണെങ്കിൽ നോക്കിയാൽ അതിന്റെ ബാർക്കിലേക്ക് പോകുമ്പോഴത്തേക്ക്, ഇത് സൈലന്റ് വാലിയിലുള്ള ഫോട്ടോ ആണ്, റൈറ്റ് സൈഡിലുള്ള രണ്ടും ഇത് ബേസ് ആണ്. റൈറ്റ് സൈഡിലുള്ള പ്ലാന്റിന്റെ ബാർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്, റൈറ്റ് സൈഡ്. അപ്പൊ അതിന്റെ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എൻ്റർലി ഡിഫറെന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ അതിന് ലൈറ്റ് അവൈലബിലിറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടി തുടങ്ങി. അപ്പൊ ബാർക്കിൽ വരുന്ന സ്പീഷീസുകൾ എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഈ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ ലൈക്കൻ മാത്രമല്ല, ഇതിൽ മൈക്രോ ലൈക്കൻ ഉണ്ട്, മാക്രോ ലൈക്കൻ ഉണ്ട്, ദ ഫോളിയോസ് ടൈപ്പ് ലൈക്കൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതില് ഈ മൂന്നാമത്തെ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 സ്പീഷീസ് ആണ് ഇതിനകത്ത് കാണാൻ പറ്റുക. വളരെ ചെറിയ സ്പീഷീസും നല്ല വലിയ സ്പീഷീസുകളും ആയിട്ടുള്ള നല്ല ഫ്ലഷി ആയിട്ടുള്ള സ്പീഷീസും. മറ്റേതൊക്കെ നമുക്ക് മൈക്രോസ്കോപ്പിലാണ്. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇതിനെ എടുക്കുന്നത്. അപ്പം ഈ ഇതിൽ തന്നെ മാക്രോ ഫോട്ടോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ സ്പീഷീസ് കോമ്പോസിഷൻ. ഇത് ഒരു ചെറിയ റീജിയൻ മാത്രമാണ്. ഈ റീജിയൻ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റിയും വ്യത്യാസം ഉണ്ടാകും. ഇത് നോക്കിയാൽ ബാർക്കിലും ബ്രാഞ്ചസിലും, ബാർക്ക് ഏതാണ് ബ്രാഞ്ചസ് ഏതാണെന്ന് അറിയാത്ത വിധത്തിലാണ് നമ്മുടെ സ്പീഷീസ് കാണുന്നത്. ഇത് ആർലം വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലുള്ളതാണ്. ഉള്ളിൽ കുറച്ച് ഫോട്ടോസ് ആണ്. നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഓരോന്നിന്റെയും ഭംഗി എത്രമാത്രമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ പോറല്ല എന്ന് പറയുന്നത്, പോറലൊക്കെ PG പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോറല്ല എന്ന് പറയുന്നത് ഇത് കേട്ടിട്ടുണ്ടാകും. പോറല ഒരിക്കലും ലോ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാവില്ല. നമ്മുടെ ഇവിടെ ലോ ആൾട്ടിറ്റ്യൂഡിൽ കാണുന്ന എല്ലാ സ്പീഷീസ്, ലെജുനേസിയ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന സ്പീഷീസ് ആണ്. ഈ പോറല എപ്പോഴും ഹൈ ആൾട്ടിറ്റ്യൂഡ്, അതും ഷോള എവർഗ്രീൻ ഫോറസ്റ്റിൽ അല്ലാതെ ഒരു സ്ഥലത്തും പോറല എന്ന് പറയുന്ന സ്പീഷീസ് കാണില്ല.
ഇത് ഞങ്ങളുടെ ഒരു പുതിയ സ്പീഷീസ് ആയിരുന്നു. ഇത് ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്നുള്ള എയറോബ്രയോപ്സിസ് ഇരവികുളമെൻസിസ് തന്നെയാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്, നമ്മൾ ഇത് മിരിസ്ട്രിക്കയുടെ റൂട്ടാണ്. നമുക്ക് ചെറിയ ചെറിയ ഫിസിഡൻസ് എന്ന് പറയുന്ന സ്പീഷീസ് മിരിസ്ട്രിക്കയിൽ ഉണ്ടാകുന്നതാണ്, വെള്ളത്തിലോട് കൂടി ചെന്ന് ഇതൊക്കെ റൂട്ടില് എവിടെയാണ് ഇതിന് വളരേണ്ടത് എന്നുള്ളത് ഒന്നുമില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൈക്രോ ഹാബിറ്ററ്റ് പിടിക്കുക. ചില സ്പീഷീസ് ഒക്കെ ഹോസ്റ്റ് സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ മൈക്രോ ഹാബിറ്ററ്റ് പ്രിഫറൻസ് ഉള്ള ചില സ്പീഷീസ് ഉണ്ട്. ചില സ്പീഷീസ് റോക്കിലാണ് കാണുന്നതെങ്കിൽ അത് റോക്കിൽ മാത്രമേ കാണുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമ്പൈലോപ്പസ് എന്ന് പറഞ്ഞാൽ അത് റോക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തൊട്ടടുത്തൊരു ബാർക്ക് ഉണ്ടെങ്കിൽ അവിടെ കയറില്ല. പക്ഷെ ഈ ഇങ്ങനത്തെയുള്ള സ്പീഷീസ് ഒക്കെ ഇതൊന്നും ഈ പ്ലാന്റുകൾ, ഇത് ഫിസിഡൻസ് എന്ന് പറയുന്നതാണ്. ഇതിന്റെ ഒരു സ്റ്റഡി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു 57 സ്പീഷീസോളം നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലുണ്ട് ഈ ഫിസിഡൻസ് എന്ന് പറയുന്ന ജീനസ് മാത്രമായിട്ട്. ഇത് ശരിക്കും ഈ പ്ലാന്റ് ഒരിക്കലും നമ്മൾ ബാർക്കിലേക്ക് പോകില്ല. ബാർക്കിൽ ഉണ്ടാകുന്ന വേറെ സ്പീഷീസ് ഉണ്ട്, പക്ഷെ ഇത് ഒരിക്കലും ബാർക്കിലേക്ക് പോകില്ല. പേരിന്റെ ഭാഗത്തും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന മണ്ണിലുമാണ് ഉണ്ടാകുന്നത്. അതുപോലെ ലോക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഡെഡ് ആയാലും കുഴപ്പമില്ല. പ്ലാന്റ് നമ്മുടെ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ട് നോക്കി ഇതിന് സ്പോറോഫൈറ്റ് ഉണ്ടാക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോ ഡ്രൈ ആയി നിൽക്കുന്നതാണ്. പക്ഷെ മഴ പെയ്യുകയാണെങ്കിൽ ലോഗ് അങ്ങനെ തന്നെ ഉണ്ട്, അത് പിന്നെ വളരത്തൊന്നുമില്ല, അത് പിന്നെ പുതിയ ബ്രാഞ്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ നമ്മുടെ ബ്രയോഫൈറ്റ്സ് നല്ല ഫ്രഷ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരും. ലോക്സിൽ കാണുന്നത് എങ്ങനെയാണ്. പിന്നെ ലീഫ് എപ്പിഫില്ലസ് എന്ന് പറയും. നോക്കിയാൽ നമ്മളെ റിവറൈൻ ഫോറസ്റ്റ്, റിവറൈൻ സൈഡിൽ എന്ന് വെച്ചാൽ നന്നായിട്ട് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നോക്കിയാൽ ഈ ലീഫൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തോ അസുഖം പിടിച്ചതെന്നാണ് ചിലർ പറയാറ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു ഇൻസെക്ട് കയറി പോയതാണോ എന്നൊരു സംശയമൊക്കെ ഉണ്ടാവും. പക്ഷെ അല്ല, അതിനകത്ത് ബ്രയോഫൈറ്റ്സ് വേറെ സ്പീഷീസുകളാണ്. ഇത് ഒരിക്കലും ആ ലീഫിൽ നിന്ന് ഒന്നും അബ്സോർബ് ചെയ്യുന്നില്ല. അത് ജസ്റ്റ് ഒരു ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ട് മാത്രം, അതിന് ജീവിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമേ ആക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം അത് എൻവയോൺമെന്റിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇതിന്റെ താലസ് കംപ്ലീറ്റ് ആയിട്ട് അതിന് വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റും, മിനറൽ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഈ പ്ലാന്റിൽ നിന്ന് നമ്മള് എന്താ പറയുക പാരസൈറ്റ് ആയിട്ട് നിലനിൽക്കുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ട്രീസ് നോക്കിയാൽ ഇതെല്ലാം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2-3 സ്പീഷീസ് ഉണ്ടാവും ഇത് മൈക്രോസ്കോപ്പിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. ഒരു രസകരമായി നമ്മളൊന്ന് എന്താ പറയാ, നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം, ഇത് ഒരു നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകണം, ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ആ താലസ് കൃത്യമായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ അത് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ടെറസ്ട്രിയലിലേക്ക് വരുമ്പോൾ ടെറസ്ട്രിയൽ നമ്മൾ സോയില്, റോക്ക്, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോയിൽ തന്നെ വെറ്റ് സോയിൽ, ഡ്രൈ സോയിൽ. ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈ ആയിട്ട്, ഇപ്പൊ നമ്മള് ചിന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള സോയിൽ തന്നെ നമുക്ക് പ്ലാന്റ് കാണാൻ പറ്റും. വെറ്റ് സോയിൽ വ്യത്യാസം ഉണ്ടാവും, കട്ടിങ്സിൽ വ്യത്യാസം ഉണ്ടാവും, ഫ്ലാറ്റ് ഏരിയസിൽ വ്യത്യാസം ഉണ്ടാവും. റോക്ക് ആകുമ്പോൾ ബിഗ് സ്മാള്, വെറ്റും ഡ്രൈയും എല്ലാം അങ്ങനെ വ്യത്യാസം ഉണ്ട്. പിന്നെ അതുപോലെ കൺസ്ട്രക്ഷൻസ്, കോൺക്രീറ്റ് വാൾസ്, ചില കോൺക്രീറ്റ് വാൾസിലൊക്കെ സിമെന്റ് വാളിൽ മാത്രം ഉണ്ടാകുന്ന സ്പീഷീസ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയാൽ കട്ടിങ്സിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആസ്ട്രല്ല എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആസ്ട്രല്ല നന്നായിട്ട് വളരുന്നുണ്ട്. അതിന്റെ മെയിൽ താലസ് ആണ്, മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതാണ് ആസ്ട്രല്ല. ഇത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ആസ്ട്രല്ലയുടെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി, ഇത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ആ ആസ്റ്റർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് നല്ല ഭംഗിയായിട്ടാണ് കാണുന്നത്. റെക്സിയ നമ്മുടെ താലോയിഡ് ആയിട്ടുള്ളതാണ്. കട്ടിങ്സിലൊക്കെ ധാരാളം. ടെറസ്ട്രിയൽ ആണ്, ഇത് ടെറസ്ട്രിയൽ ആണ്. നമ്മൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ അതിന് പെട്ടെന്ന് ഡീക്കേഡ് ആകണം. അത് മെച്ചുർ ആയി കഴിഞ്ഞാൽ ആരെങ്കിലും ഡീക്കേഡ് ആകാൻ സഹായിക്കണം. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇതാണ് റെക്സിയ എന്ന് പറയുന്നത്. ഒരു ഡിസ്റ്റർബൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാകും. ഇനിയിപ്പോ ഫോറസ്റ്റിലെ ഇപ്പൊ ലോ ആൾട്ടിറ്റ്യൂഡ്, വലിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇല്ലെങ്കിലും ലോ ആൾട്ടിറ്റ്യൂഡിൽ നമുക്ക് ഈ സ്പീഷീസിനെ കാണാൻ പറ്റും, 1-2 സ്പീഷീസുകൾ. പക്ഷെ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കാൻ കിടക്കുന്ന സ്ഥലങ്ങളിൽ ആ സൈഡിലൊക്കെയാണ് ഈ സ്പീഷീസ് കൂടുതൽ കാണുന്നത്. ഇതൊക്കെ കട്ടിങ്സിൽ ഉണ്ടാകുന്നത്. ഇതെല്ലാം കട്ടിങ്സിൽ വരുന്ന, ഞാൻ ഫോട്ടോസ് നേരത്തെ കാണിച്ച ഡിമോട്ടിറ ഹെസ്റ്റിയോട്ടാണ് പറയുന്നത്. ഇത് ലാർജസ്റ്റ് ലിവർ ആണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ് ഡിമോട്ടിറ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്പീഷീസ് ആണ്. ലോ ആൾട്ടിറ്റ്യൂഡിൽ നന്നായിട്ട് വളരും. ഇതിനെ ഒരു ചെറിയൊരു പീസ്, ഒരു കഷ്ണം എടുത്ത് നമ്മൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പൊ ഞങ്ങള് ഗാർഡനിലൊക്കെ ഇത് നന്നായിട്ട് വളർത്തുന്നത്, 1-2 കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, 1-2 താലസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ആ ഒരു ഏരിയ ഒരു നല്ല ഒരു കൂളായിട്ടുള്ള ഏരിയ ആയിട്ട് മാറ്റാനായിട്ട് പറ്റും.
നോട്ടോതൈലസ് ഹോൺവേർട്ടിൽ വരുന്ന സ്പീഷീസ് ആണ്. നമുക്ക് ഹോൺവേർഡ്സിന്റെ ഡൈവേഴ്സിറ്റി വളരെ കുറവാണ്. നോട്ടോതൈലസും ആന്തോസുറസ് എന്ന് പറയുന്ന സ്പീഷീസും ഹോൺ ലൈക്ക് സ്പോറോഫൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഹോൺവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്പീഷീസും ഹോൺവേർട്ടില് ആന്തോസുറസിൽ 2-3 സ്പീഷീസ് ഉണ്ട് എന്നുള്ളതല്ലാതെ പിന്നെ ഫിയോസിറസ്, അങ്ങനെ ആകെ ഒരു നമ്മളെ വേൾഡിൽ തന്നെ ഒരു 400ഓളം സ്പീഷീസ് മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ നമുക്ക് ഒരു 8 സ്പീഷീസും ഇന്ത്യയിൽ നമുക്ക് ഒരു 20 സ്പീഷീസും മാത്രമാണ് ഇതിന്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതും കട്ടിങ്സിൽ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ലോ ആൾട്ടിറ്റ്യൂഡിലും ഇത് കാണുന്നതാണ്. ഈ സ്പീഷീസ് ലോ ആൾട്ടിറ്റ്യൂഡ് നമ്മുടെ ചുറ്റുപാടും തന്നെ മഴക്കാലം ആകുമ്പോൾ കാണും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏത് എക്സ്ട്രീം കാലാവസ്ഥയിലും വളരുന്ന ഒരു സ്പീഷീസ് ആണ് ബ്രയ മാർട്ടിൻഷ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയകളിൽ ഇപ്പൊ ഇത് നമുക്കറിയാം എന്താണ്, പൈപ്പ് കുഴൽ കിണറിന്റെ പൈപ്പ് വരുന്ന സ്ഥലമാണ്. ഇതിനകത്ത് എന്താണ് അസിഡിക് ആയിട്ടുള്ള പലതരത്തിലുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളും ഈ വെള്ളത്തിൽ എന്ന് പറയുന്നത് ഹൈ കോൺസെൻട്രേഷൻ ഉള്ള വാട്ടറാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് വളരെ ഇതാണ് ആസ്പെറ്റോസ് ഷീറ്റിലൊക്കെ വളരുന്ന ഒരു സ്പീഷീസ് ആണ്. വളരെ സിൽവറി ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഇതും ഗാർഡനുകളിലൊക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെ ടെറസ്ട്രിയൽ ആയിട്ടുള്ള റോക്കിലൊക്കെ കാണുന്ന സ്പീഷീസുകളാണ് നേരത്തെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതാണ് ബ്രയം കൊറോണേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന, നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മതിലുകളിലൊക്കെ ഉണ്ടാകുന്ന, നമ്മൾ പെയിന്റ് അടിച്ച വാളുകളിലും, അതിപ്പം പെയിന്റ് ഇപ്പോഴത്തെ പെയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ ക്വാളിറ്റിയുള്ള പെയിന്റുകളാണ് ഉപയോഗിക്കുന്നത്. പായലെ വിട, പൂപ്പലെ വിട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പെയിന്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു സംശയം വന്നിട്ടുണ്ട് ഇവർക്കൊക്കെ ഇവിടെ വളരാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഈ പ്ലാന്റുകൾ നമ്മുടെ മതിലുകളിൽ, നമ്മളെ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ അതിന്റെ മതിലൊക്കെ ഉണ്ട്. കാരണം നമ്മള് മതിലൊക്കെ പെയിന്റ് അടിക്കുന്ന വളരെ ലോ ക്വാളിറ്റി പെയിന്റുകളാണ് അടിക്കുന്നത്. കൊണ്ട് അത് വളർന്നു പോകുന്നുണ്ട്. അപ്പം ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യത്തെ ഹൈ ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസിനെ അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സ്പീഷീസുകളാണിത്. അപ്പം നമ്മളിപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്റ്റഡീസ്, അപ്പം വളരെ കോമൺ ആയിട്ടുള്ള സ്പീഷീസിനെ ഇത് കൾട്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ സ്റ്റഡീസ് കുറച്ച് നടത്തുന്നുണ്ട്. ഇതിന് എന്തൊക്കെ തരത്തിലുള്ള കെമിക്കൽസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്, അത് നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്പീഷീസ്. ഇത് നമ്മളെ പാലക്കാട് കോട്ട മൈതാനത്തിൽ കോട്ടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഫോട്ടോ. പക്ഷെ ഇത് മിക്കവാറും വളരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ പെയിന്റ് മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒരു പായൽ പോലെയൊക്കെ കാണാൻ പറ്റും. അതെടുത്ത് വളരെ തോണ്ടി മൈക്രോസ്കോപ്പിൽ വെച്ച ഈ ഒരു സ്ട്രക്ചറെ കാണുക. ഇത് വളരെ റെയർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സ്പീഷീസ് ആണ്. പക്ഷെ റെയർ ആയിട്ട് ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇതിനെ നോക്കാൻ വേണ്ടി തന്നെ നമ്മൾ പോകണം, അല്ലാതെ ഇത് നമ്മളെ കാണിച്ചു തരില്ല. അത്രയും ചെറിയ പ്ലാന്റ് ആണ്. ഇപ്പൊ ഈ 1 mm സൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നതിന്റെ മാക്സിമം 5 mm സൈസ് ഉള്ള സാധനമാണ്. മൈക്രോസ്കോപ്പിനകത്ത് വെച്ചാൽ മാത്രമേ ഈ പ്ലാന്റിനെ കാണുള്ളൂ. ഇത് ക്ലോസ് ഓഫ് ഫോട്ടോ എടുത്തുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഒരു പച്ച കളർ ഇങ്ങനെ കാണാമെന്നുള്ളതല്ലാതെ ആ പ്ലാന്റ്. പക്ഷെ ഈ പ്ലാന്റും അതേപോലെ തന്നെയാണ്. ഇത് എക്സ്ട്രീം ഹോട്ട് ആയിട്ടുള്ള ഒരു സമയത്ത് പോയ സമയത്ത് എടുത്തതാണ്. ആ സമയത്ത് പോലും ഈ പ്ലാന്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ വേറൊരു മൈക്രോ ഹാബിറ്ററ്റ് ആണ് ടെർമൈറ്റ് മൗണ്ട് എന്ന് പറയുന്നത്. ടെർമൈറ്റ് മൗണ്ടിന്റെ കോമ്പോസിഷൻ നമുക്കറിയാം. അത് സാധാരണ സോയിൽ പോലെയല്ല, ടെർമൈറ്റിന്റെ സ്രവങ്ങളൊക്കെ ഉള്ള ഏരിയ ആയിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് മറ്റേ ടെർമൈറ്റ്സ് ധാരാളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് വേൾഡിൽ തന്നെ ഒരു 2 സ്പീഷീസ് മാത്രമാണ് നമുക്കിവിടെ, ഫിലോനോട്ടിസ് ഹാസ്റ്റേറ്റയും ഫിസിറൻ സെയിലോൺസിസ്, ഈ 2 സ്പീഷീസുകൾ മാത്രമാണ് ഇതിനകത്ത് വളരുന്നത്. റോക്കി പാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വലിയ റോക്കി പാച്ചിൽ, ഇതാണ് ഞാൻ ക്യാമ്പൈലോപ്പസ് എന്ന് പറഞ്ഞത്. ഇത് ഹോർട്ടിക്കൾച്ചറിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇത് സ്പാഗ്നം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ വിൽക്കുന്ന സാധനം ഈ പ്ലാന്റ് ആണ്. ക്രീക്സ് ആൻഡ് ക്രൈസസ് ഓഫ് റോക്സ്. പിന്നെ അക്വാട്ടിക് ഞാൻ പറഞ്ഞതാണ്. സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടറിലും കാണാം, റണ്ണിങ് വാട്ടറിലും നമുക്ക് കാണാൻ പറ്റും. സ്റ്റാഗ്നന്റ് ആയിട്ട് വാട്ടറിലുള്ളതാണ് റിക്സിയോ കാപ്പസ്. അത് വളരെ റയർ ആണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജലാശയങ്ങളൊക്കെ എല്ലാം എന്ന് വെച്ചാൽ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ് എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്താണ് അത് ഉണ്ടാകുന്നത്. റിക്സിയ ഫ്ലൂയിറ്റൻസ്, ഇത് ഒഴുകുന്ന വെള്ളത്തിലാണ് ഉണ്ടാകുന്നത്. ഗ്യാസോളയുടെ കൂടെയാണ് അത് വളരുന്നത്. പിന്നെ കമ്മിങ് ടു ഇമ്പോർട്ടൻസ്, നമ്മൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു സാധനം. നമുക്ക് ഈ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇത് നമുക്ക് എന്ത് ഉപകാരമുള്ളത്? ഇപ്പൊ ഇക്കോളജിക്കൽ നോക്കുമ്പോൾ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്തിരി കുഞ്ഞന്മാരാണ് എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയാ പ്ലാന്റ് ഗ്രൂപ്പിലെ ഇത്തിരി കുഞ്ഞന്മാരാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഈ ഇത്തിരി കുഞ്ഞന്മാർ ചെയ്യുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ജോലികളാണ്. ഇപ്പൊ ഇത് സാൻഷി കൊയ്ട്ടോ എന്ന് പറയുന്ന സ്ഥലത്തെ
ഒരു ഗാർഡൻ ആണ്. ഇത് ഒരു മോസ് ഗാർഡൻ തന്നെയാണ്. മോസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ പല സ്പീഷീസുകളും അവരതിനകത്ത് ബോൺസൈഡ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, മൾച്ചിങ്ങും റൂട്ട് പാക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ അത് ഉണ്ടാക്കുന്നതിനൊരു ഈ ബ്രയോഫൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എല്ലാം റിസറക്ഷൻ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഒരു കപ്പ് എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് കേട്, തൈരും അതുപോലെ തന്നെ ബിയർ, നമ്മൾ ഷുഗർ സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അത് മിക്സ് ചെയ്തിട്ട് ഇത് തേച്ചു കൊടുത്താൽ മതി, ഇത് ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഇതും ഇതേപോലെ തന്നെയാണ്. സൈഡിലൊക്കെ പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കിയിട്ട് ഇത് അവരൊരു ബുക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആ ബുക്കിലുള്ള ഫോട്ടോസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ NBRA ലക്നൌവില് ഒരു മോസ് ഗാർഡൻ ഉണ്ട്, മോസ് ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പൊ 2009 അവർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഞാനിത് 2015 എടുത്ത ഫോട്ടോ ആണ്. പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷനിൽ കുറച്ച് നാൾ ഭയങ്കര ഹോട്ടാകുന്ന സമയത്ത് അത് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മഴക്കാലം ആകുമ്പോഴത്തേക്കും കണ്ടീഷൻ ശരിയാകുന്ന സമയത്ത് അത് നന്നായി വളരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു മോസ് ഗാർഡൻ ഉണ്ട്. അപ്പൊ നമുക്ക് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലും ഇതേപോലെ ഒരു മോസ് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു KCSGയുടെ. അപ്പൊ അതില് ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് ഇപ്പോഴും കുറച്ച് പ്ലാന്റ്സ് അവിടെ ഇപ്പോഴും വളരുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു പ്ലാന്റിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ ഇത്രയും ഹോട്ടായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അത് വളർത്താൻ. ഇപ്പൊ മൂന്നാർ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെയാണ് ഈ ഒരു കണ്ടീഷൻസ് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായി വളരും. ഇതും അതുപോലെ തന്നെയാണ്. ലിംഗദൂർ എന്ന് പറയുന്നത് നൈനിറ്റാൾ, അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്നതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഏരിയ ആണ്. അവിടെ എന്ന് വെച്ചാൽ കണ്ടീഷൻസ് ആൾമോസ്റ്റ് ഒരു 10 months ബ്രയോഫൈറ്റ്സിന് പറ്റിയതാണ്. ബാക്കിയുള്ള സമയം നമ്മൾ കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊക്കെ വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഇത് നന്നായി വരും. അപ്പൊ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ബ്രയോഫൈറ്റ് ഗാർഡനാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സ്, ഹാങ്ങിങ് പോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇപ്പൊ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് റിസറക്ഷൻ പ്ലാന്റ് ആണ്. ഇതിന് വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അന്തരീക്ഷത്തിൽ ഇപ്പൊ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിനകത്ത് ചെടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ വളരും. പിന്നെ കൊക്കഡാം എന്ന് പറയുന്നത് ഇതിപ്പോ ഭയങ്കര എനിക്ക് തോന്നുന്നു തൃശ്ശൂര് ഉള്ള ഒരു സ്ഥലത്ത് ചെയ്യുന്നതാണ്. ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട്, കുട്ടികളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചർ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്ലാന്റുകൾ തന്നെ എടുത്തിട്ട് അത് വളർത്തി നല്ല ഭംഗിയായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും സാധിക്കും. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം. അതുപോലെ മോസ് മാറ്റ്, ഇത് നമ്മൾ ആമസോണിലൊക്കെ കയറി കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഇത് മോസാണ്. നമ്മൾ സാധാരണയായിട്ട് എന്തിനാ മാറ്റ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുന്ന സമയത്ത് കാലിലുള്ള മണ്ണ് കളയണം, വെള്ളം കളയണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അത് ഈ പറയുന്ന എന്ന് വെച്ചാൽ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ടെങ്കിൽ അത് വാട്ടർ അബ്സോർബ് ചെയ്യും, മിനറൽസിനെ അബ്സോർബ് ചെയ്യും. പിന്നെ അത് വാഷ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ലൈഫ് പറയുന്നത് 1 year ഒക്കെ അത് പറയുന്നുണ്ട്. നമ്മൾ നീറ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. ഇത് ആമസോണിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലത്തെ ഗ്രൗണ്ട് കവർ ഫോർ ബോൺസൈയുടെ ഗ്രൗണ്ട് കവർ അതെന്ന് വെച്ചാൽ വാട്ടർ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ വെറുതെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിലും വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ബോൺസൈ. ആർട്ട് ഓഫ് മേക്കിംഗ് പ്ലാന്റ് ഇൻ ഷോർട്ട് നേച്ചർ. അത് ചെറിയ ചെറിയ പ്ലാന്റുകൾ, അത് നമ്മൾ അധികം അങ്ങനെ എന്താ പറയുക എന്റർടൈൻ ചെയ്യാറില്ലെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ബേർഡ്സ് നെസ്റ്റ്, ചെറിയ ചെറിയ പക്ഷികൾ അവർക്ക് വേണ്ടിയിട്ട് കൂടുണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കൂടുകളിൽ തന്നെ വൈവിധ്യമാർന്ന സ്പീഷീസുകൾ പെട്ടെന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റിങ് പോരും. അതുപോലെ തന്നെ നല്ല ഒരു തണുപ്പും ഒക്കെ അതിനകത്തുണ്ടാവും. ആ ടെറിസിന്റെ പുറത്താണ് ഇതിട്ടിരിക്കുന്നത്, തൂക്കിയിട്ടിരിക്കുന്നത്. ദെൻ സബ്സ്ട്രാറ്റം ഫോർ ഹയർ പ്ലാന്റ്സ്, ഇത് സ്പാഗനമാണ് അടി കാണുന്നത്, മുകളിൽ പിക്ചർ പ്ലാന്റ് ആണ് കാണുന്നത്. അതിൽ വെച്ച് വളർത്തുന്നതാണ് ഇത് കാണുന്നത്. ഇത് നമ്മൾ ഗുരുകുല ബൊട്ടാണിക്കൽ സയൻസ് വയനാട് അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു സ്ക്രീൻ ഉണ്ടാക്കി അതിനകത്ത് മോസ് കെട്ടി വെച്ച് കൊടുക്കും. എന്നിട്ട് സ്പോസ്, റെയർ ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ സ്പോസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ അവിടെ ധാരാളം ഇങ്ങനെ എന്ന് വെച്ചാൽ അവിടെ മോസ് എന്ന് വെച്ചാൽ അതും കൺസേർവ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കൺസേർവ് ചെയ്യുന്ന ഒരു ഏരിയ. ഞാൻ പറഞ്ഞു നമ്മൾ ഒട്ടും പഠിക്കാത്ത ഒരു സാധനമാണ് ഈ ഇക്കോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോയിൽ ബൈൻഡ് ചെയ്യാൻ, റോക്ക് ബൈൻഡ് ചെയ്യാൻ. നമ്മൾ വിചാരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇങ്ങനെ ചെറിയ പ്ലാന്റിൽ ഇതെങ്ങനെ റോക്ക് ബൈൻഡ് ചെയ്യുക? അത് നല്ല തിക്കായിട്ട് വളർന്നു കഴിഞ്ഞാൽ റോക്കിനെ ബൈൻഡ് ചെയ്ത് നിർത്തും എന്നുള്ളതാണ്. അതുപോലെ ഈ പോഗോണൈറ്റം പോളിട്രൈക്കം ഇതിന്റെയൊക്കെ എന്ന് വെച്ചാൽ വേരുകൾ നല്ല ബേസിലേക്ക് പോകും. അപ്പൊ ഒരു ഫോറസ്റ്റ് ഫയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ടെറിഡിയം അക്വിലിനം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ആദ്യം ഉണ്ടാകുന്നത്. അതും ഇതേപോലെ തന്നെ വേര് നല്ല അടിയിലേക്ക് പോകും. മോൾ ഭാഗം കത്തി നശിച്ചു പോയാലും പെട്ടെന്ന് വരുന്നതാണ്. അതോടൊപ്പം വരുന്ന ഒരു പ്ലാന്റ് ആണ് പോഗോണൈറ്റം പോളിട്രൈക്കം എന്ന് പറയുന്നത്. കാരണം അതിന്റെ വേര് നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. ദെൻ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ധാരാളം സ്പീഷീസുകളിൽ ഇപ്പം ആൻഡോസോറസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിന്റെ അകത്ത് അനബിന
കോളനി ഉള്ളത്. അതുപോലെ തന്നെ ബ്ലാസിയ മോസുകളിലും ഇതേപോലെ തന്നെ നൈട്രേറ്റ് ഫിക്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റുകളുണ്ട്. സബ്സ്ട്രാറ്റം ഫോർ ഹയർ പ്ലാന്റ്സ് നമ്മൾ ഇത്രയും നേരം കണ്ടതാണ്. ബയോ ഇൻഡിക്കേറ്റേഴ്സ് പല സ്പീഷീസും, നമ്മൾ കാൽഷ്യം ലവിങ് സ്പീഷീസ് ഉണ്ട്, അതുപോലെ തന്നെ മഗ്നീഷ്യം ലവിങ് സ്പീഷീസ് ഉണ്ട്, മഗ്നീഷ്യം ഉള്ള സ്ഥലങ്ങളിൽ മാത്രം വളരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള കെമിക്കൽസ് ഉള്ള സ്ഥലങ്ങളിൽ വളരുന്ന സ്പീഷീസുകളുണ്ട്. മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ ഇത് സ്റ്റഡീസ് ഒക്കെ വളരെ കുറവാണ്. വളരെ റിലീഫ് ഓഫ് പെയിൻ ആൻഡ് ബേൺ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അട്ടപ്പാടി റീജിയനിൽ നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, നമ്മളൊരു റിപ്പോർട്ട് ഉണ്ട്. 2 സ്പീഷീസ് അവര് മിക്സ് ചെയ്തിട്ട് ബേൺ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് വെച്ച് കെട്ടിവെക്കുന്ന ഇത് കണ്ടിട്ട്. പക്ഷെ മെഡിസിനലായിട്ട് ക്ലിനിക്കൽ സ്റ്റഡീസ് വളരെ കുറവാണെന്ന് മാത്രം. ഇത് ഹെയർ ക്യാപ് മോസ് എന്ന് പറയുന്ന പോളിട്രൈക്കത്തിന്റെ സ്പീഷീസ് ആണ്. ഇത് ചൈനയിലൊക്കെ കോൾഡ് റിലീഫിന് വേണ്ടിയിട്ട് ജലദോഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഹെയർ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അതിന്റെ ഹെയർ ക്യാപ് മോസ് എന്ന് പറയുന്നത്. ലേഡീസിന്റെ ഹെയർ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയിലിട്ടിട്ട് ചൂടാക്കിയിട്ട് തേക്കാറുണ്ടെന്നാണ് പറയുന്നത്. സ്പാഗ്നം എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. അത് ഹെമറേജസ് ഉണ്ട്. സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായിരുന്ന സമയത്ത് കോട്ടന്റെ സ്കേഴ്സിറ്റി ഉണ്ടായിരുന്ന സമയത്ത് ഈ സ്പാഗ്നമാണ് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ സാധാരണ കോട്ടൺ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടർ അബ്സോർബ് ചെയ്ത്, നമ്മളെ മുറിവിൽ നിന്ന് വാട്ടർ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ ഫംഗ്ഷൻ സ്പാഗ്നം ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള സ്പാഗ്നം വെച്ചിട്ടാണ് അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സർജറിയിലൊക്കെ ഈ സ്പാഗ്നം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സുകളിൽ സ്പാഗ്നം ഉണ്ട്. പക്ഷെ നമ്മള് യൂറോപ്യൻ കൺട്രീസിൽ ഉള്ളതുപോലെ തന്നെ അത്രയും മാസമായിട്ടുള്ള അവിടെ വീടാണ് ശരിക്കും. എന്ന് വെച്ചാൽ പീറ്റ് ശരിക്കും ഫോം ചെയ്യും. നമ്മുടെ ഇവിടെ അങ്ങനെ പീറ്റ് ഫോം ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. ഇത് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന പീറ്റ്മോസിന്റെ മിറക്കിൾ ഗ്രോ എന്ന് പറയുന്നത് അത് ഫ്ലവറിങ്ങിനും ഫ്രൂട്ടിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മൾച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. then ആന്റി മൈക്രോബിയൽ ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആക്റ്റീവ് കോൺസ്റ്റൻസ് ധാരാളം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. മാർക്കാൻഷ്യ പോളിമോർഫിയിലേക്ക് മാർക്കാൻറ്റൈറ്റ് എന്ന് പറയുന്ന ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് ആന്റി ഓക്സിഡന്റ് ആയിട്ടും അത് സൈറ്റോടോക്സിക് ആയിട്ടും അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ ലുല്ലേറിയ ക്രൂഷ്യേറ്റ, അതിനും ലുല്ലേറി എന്ന് പറഞ്ഞ ആസിഡ് ഡെവലപ്പ് ചെയ്ത് ലുല്ലേറിക് ആസിഡ് ഒക്കെ, ഇതൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്റ്റഡീസ് വളരെ കുറവാണ്. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻസെക്ട് കഴിക്കുന്നത് വളരെ കുറവാണ്. ഇതിനകത്ത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് വളരെ കൂടുതലാണ്. കൂടുതലുള്ളതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ആർക്കും കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആർക്കും, മനുഷ്യർക്ക് ആർക്കും കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇൻസെക്റ്റുകൾ ചില സ്പീഷീസുകളിൽ കഴിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു റിപ്പോർട്ടാണ് ഇത്. ഒരു ഇവാലി ആൻഡ് ഫിലോട്ട എന്ന് പറയുന്ന ഇത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവരുടെ ഒരു ഐഡന്റിഫിക്കേഷനാണ്. അവരൊരു പുതിയ സ്പീഷീസ് ആണ് അത് കഴിക്കുന്നത്. ഈ റോഡോബ്രയം ജൈജാൻഷ്യത്തിന്റെ ക്യാപ്സ്യൂളാണ് അത് കഴിക്കുന്നത്. അതുപോലെ അതൊരു സൈനാണ് അങ്ങനെ കഴിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്ക് ഒരിക്കലും തന്നെ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ബ്രയോഫൈറ്റിന്റെയും പുഴു തിന്നതായിട്ടോ ഒന്നും തിന്നതായിട്ടോ നമുക്ക് കാണാനേ പറ്റില്ല. എല്ലാം നല്ല ഇൻടാക്ട് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ അപൂർവം ചിലതായിട്ട്, ഇതൊരു എലിമെന്ററി കനാലാണ്, ഒരു ഇൻസെക്ടിന്റെ എലിമെന്ററി കനാലാണ്. അതിന്റെ അകത്ത് ലീഫ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലീഫിന്റെ ഷേപ്പ് അറിയുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ഹിപ്നം എന്ന് പറയുന്ന സ്പീഷീസ് അത് കഴിച്ചിട്ട് തന്നിരിക്കാൻ നമുക്ക് സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി തന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിക്സിയയുടെ കാര്യം പറഞ്ഞു. നമ്മൾ റിക്സിയയുടെ ഒരു ലീഫ് ഒരു താലസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പർ ഫോട്ടോസിന് ലോവർ സ്റ്റോറേജ് റീജിയൻ ആണ്. ഈ സ്റ്റോറേജ് റീജിയൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതിൽ ഇൻസെക്ട് മുട്ടയിട്ടിട്ട്, അപ്പൊ ഞങ്ങൾ അത് ചെയ്തിട്ടുള്ള ഇതിനകത്ത് ഇൻസെക്ട് മുട്ടയിട്ടിട്ട് ആ മുട്ട വിരിഞ്ഞ് ഒരു ഇൻസെക്റ്റായി മാറുന്നുണ്ട്. ആ ഇൻസെക്ട് ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എത്ര വർഷങ്ങളായി അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അതിന്റെ ഗ്രൂപ്പ് പോലും ഐഡന്റിഫൈ ചെയ്യാത്തതാണെന്നാണ് എക്സ്പേർട്ടുകൾ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഇൻസെക്ട്സ് ഇപ്പൊ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള നേച്ചറിൽ നടക്കുന്ന പല കാര്യങ്ങളും, അപ്പം ഓരോ പ്ലാന്റിനും, ഇപ്പൊ ഇത് കണ്ടാൽ നമുക്കറിയാം ഓരോ പ്ലാന്റിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ചെറിയൊരു റിലേഷൻഷിപ്പ് മാത്രമാണ്. ഇത് ഫംഗൽ അസോസിയേഷൻ ആണ് മോസിന്റെ ഇതിലേക്ക് വരുന്നത്. ഇതൊരു കാമഫ്ലേജ്, നമ്മൾ എപ്പോഴും ഫീൽഡിൽ പോകുമ്പോൾ കയറി പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. ഞാനൊക്കെ പിടിച്ചിട്ടുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഇത് മരത്തിൽ ഇങ്ങനെ മോസിന്റെ കൂടെ നന്നായിട്ടിരിക്കുന്ന സമയത്ത്, ഇപ്പൊ ആസ്ട്രേലിയയുടെ പുറത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആസ്ട്രേലിയ ഗ്രീൻ കളറിൽ ഇങ്ങനെ കട്ടിങ്സിൽ കാണുമ്പോൾ ഈ വൈപ്പർ അതിൽ തന്നെ ഉണ്ടാവും. കറക്റ്റ് ഗ്രീൻ കളർ ആയിരിക്കും. നമുക്ക് അറിയാനേ പറ്റില്ല. ഇത് കയറി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഒരു ടെറിഡോഫൈറ്റിൽ ആൻജിയോപ്റ്റെറിസിന്റെ കളക്ഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ കൂടെ ഇത് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പൊ അതൊരു കാമഫ്ലേജ് എന്ന് പറയുന്ന അപ്പം ഒരു നേച്ചറിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അത് അവരുടെ ഒരു ആവശ്യകതയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടും ഈ പറയുന്ന സർഫസ് നോക്കിയാൽ അതിൽ നോക്കി കഴിഞ്ഞാൽ ലൈക്കൻ ഉണ്ട്. ആ ലൈക്കന്റെയും മോസിന്റെയും കളറിനനുസരിച്ചിട്ടാണ് ആ വേരിയേഷൻ ഉണ്ടാകുന്നത്.
ഞാൻ പറഞ്ഞ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഈ സ്റ്റഡീസ് നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഇതിന്റെ സ്റ്റഡീസ് ധാരാളം നടക്കുന്നുണ്ട്. ഇവിടെയും ഇപ്പൊ ഇങ്ങനത്തെ സ്റ്റഡീസ് നടക്കുന്നുണ്ട് പലതരത്തിലുള്ള. നമ്മൾ ലൈക്കൻ ധാരാളം സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. വാട്ടർ പൊല്യൂഷൻ, ആസിഡ് റെയിൻ ഡാമേജ് ടു ഇക്കോസിസ്റ്റം, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന് ഇൻഡിക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. കാരണം അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള താലസ് ആയതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും എഫക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഇതാണ്. അപ്പൊ ഞങ്ങളൊരു റിക്സിയെ നമ്മൾ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ഏരിയയിൽ ബീച്ചിൽ തന്നെയാണ്. അത് വെള്ളം കിട്ടുന്നതും വെള്ളം കിട്ടാത്തതുമായിട്ടുള്ള അവസരങ്ങളിൽ 2014 മുതൽ 2020 വരെയും അത് മോണിറ്റർ ചെയ്തപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞു ആ സ്പീഷീസ് ഡ്രൈ ആകുന്നതിനനുസരിച്ച് നമ്മുടെ ക്ലൈമറ്റ് ലാസ്റ്റ് കുറെ വർഷങ്ങളായിട്ട് നല്ല വേരിയേഷൻസ് ആണുള്ളത്. അപ്പൊ ആ സ്പീഷീസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അങ്ങനത്തെ സ്റ്റഡീസ് നമ്മൾ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് വഴി ഉണ്ടാകേണ്ടതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ പറയുക, കാൽഷ്യം ലവിങ് സ്പീഷീസ്, അതുപോലെ കോപ്പർ ലവിങ് സ്പീഷീസുകളുണ്ട്, മെലിക്കോഫെറസ്, സ്കോപ്പലോഫൈല ഇങ്ങനെയുള്ളത്. ഇതൊക്കെ നമ്മളെ റിവറൈൻ ഏരിയയിൽ മണലിലാണ് ഇത് കാണുന്നത്, സ്കോപ്പലോഫൈല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ജിയോളജിക്കൽ പ്രോസ്പെക്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടൂളായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഏകദേശം 32ഓളം സ്പീഷീസ് നമ്മുടെ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 32-ൽ 24 നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ ചെയ്തതാണ്. ബാക്കി ദുലീപ് ഡാനിയൽ സാറുടെയാണ്. പിന്നെ ബ്രയോഫൈറ്റ്സ് ഓഫ് വയനാട് ആൻഡ് വെസ്റ്റേൺ ഘട്ട്സിന്റെ തീസിസ് അത് ബുക്കായിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഫസ്റ്റ് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. പിന്നെ ഒരു ലിവർവേർഡ്സ്, ബ്രയോഫൈറ്റ്സ് ഓഫ് കേരള ലിവർവേർഡ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ബ്രയോഫൈറ്റ്സ് ഓഫ് ആൻമഡിഷോള. അപ്പൊ നമുക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആൾക്കാർ വരുന്ന സ്റ്റഡീസ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. എന്തെങ്കിലും ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ലിറ്ററേച്ചേഴ്സ്, ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ലിറ്ററേച്ചേഴ്സ് കിട്ടാനില്ല എന്നുള്ളതാണ് പിന്നെ വരുന്നത്. അപ്പം ഇപ്പൊ നമുക്ക് ലിറ്ററേച്ചേഴ്സ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഇത് ലീസ്റ്റ് കൺസിഡേർഡ് ആണ്. ആരും ഒരു പോളിസി മേക്കേഴ്സും ഈ സാധനത്തെ കുറിച്ച് ബ്രയോഫൈറ്റ്സോ എന്താന്ന് തന്നെ ചോദിക്കുന്നവരുണ്ടാകാം. ഒരു മാനേജ്മെന്റ് പ്ലാന്റും ഇതിനെ ബേസ് ചെയ്തിട്ടില്ല, ഒരു കൺസർവേഷൻ പ്ലാൻസും ഇതിനെ ബേസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കൺസർവേഷൻ ആസ്പെക്ട് പറയുമ്പോൾ നമ്മൾ ടൈഗർ കൺസർവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എലിഫന്റ് കൺസർവേഷൻ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അതിനെ കൺസർവ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൺസർവ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് കൺസിഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഹാബിറ്ററ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ചുറ്റുപാടും തന്നെ നമ്മൾ പണ്ട് കണ്ടിരുന്ന പ്ലാന്റുകൾ ഒന്നും തന്നെ നമ്മളിപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ്. പൊല്യൂഷൻ ഉണ്ട്, ഡീഗ്രഡേഷൻ ഓഫ് ഹാബിറ്ററ്റ്സ് ഉണ്ട്, ഏരിയാസ് ഒക്കെ ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. അതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. നാച്ചുറലില് വരുമ്പോൾ ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നത്. അപ്പം 900 കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കളക്ഷന് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് പ്ലാന്റുകളൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു പ്ലാന്റും ഇല്ല. അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു 900 കണ്ടി എന്ന് പറയുന്ന വയനാടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ നേച്ചറിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഈ പറയുന്ന ഇക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈ പറയുന്ന പ്ലാന്റുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അതിന് നമുക്ക് ഒരു ഇംബാലൻസ് വന്നു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്യുമെന്റേഷൻ ഇനിയും ധാരാളം നടക്കാനുണ്ട്. റിസോഴ്സസ് വളരെ കുറവാണ്. ധാരാളം സപ്പോർട്ടുകൾ ഇതിന്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫീൽഡ് ബേസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് തന്നെയാണ് നമ്മളിപ്പം ഈ ഒരു ലാസ്റ്റ് 20 ഇയേഴ്സും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ മോളിക്കുലർ പ്രൊഫൈലിങ്ങും അപ്പൊ അതിനൊക്കെ വളരെ കുറച്ച് മതി. കെമിക്കൽ പ്രൊഫൈലിംഗ് ഒക്കെ വരുന്ന സമയത്ത് ലേറ്റസ്റ്റ് ഇത് പ്രകാരം നമുക്ക് മാസമായിട്ടുള്ള ഇത് വേണ്ട. കുറെ നമുക്ക് പണ്ട് അറിയുന്നത് 5 ഗ്രാം 10 ഗ്രാം ഒക്കെ പ്ലാന്റ് വേണം. ഇപ്പൊ അതിനൊന്നും ആവശ്യമില്ല. ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സാധനം, ഒരു പ്ലാന്റ് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ലീഫ് കൊണ്ട് നമുക്ക് മോളിക്കുലർ പ്രൊഫൈലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രയും കഷ്ടപ്പെടുന്ന വെച്ചാൽ പ്ലാന്റ് മാസമായിട്ട് കളക്ട് ചെയ്ത് നശിപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ത്രെഡ് സ്റ്റാറ്റസ്, ഇതിനകത്തുണ്ടാകുന്ന ത്രെഡ് സ്റ്റാറ്റസ് ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 1 hour കഴിഞ്ഞു. ഞാൻ എൻ്റെ സ്റ്റഡീസ് എൻ്റെ ഒരു ഇത് നിർത്തുകയാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എൻ്റെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2000-ലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ഈസസാറിന്റെ കൂടെയായിരുന്നു, എല്ലാവർക്കും അറിയുന്നതാണ്. KFRAയിൽ കുറച്ച് നാളെ ഈസസാറ് സുവോളജി ആണെങ്കിലും ഞാൻ അവിടെ ഒരു ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഒരു ഫീൽഡിലേക്ക് കൂടുതൽ
എന്ന് വെച്ചാൽ പോവാനായിട്ടും അവിടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ കൂടെയൊക്കെ എൻ്റെ വയനാടാണ് എൻ്റെ ഏരിയ എങ്കിലും ഇപ്പോൾ ഇരുവികളായാലും ചിന്നാറായാലും എല്ലാ ഏരിയയിലും അവിടുത്തെ മാനേജ്മെന്റ് പ്ലാനിന്റെ വർക്കിനൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് പണ്ട്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ തന്നെ പറമ്പിക്കുളം, ദെൻ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദെൻ ആർളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇവിടെ എല്ലാം. അപ്പൊ അങ്ങനെയാണ് ഈ ഫീൽഡുകളെല്ലാം മിക്കവാറും കേരളത്തിലെ എല്ലാ ഫോറസ്റ്റുകളും വിസിറ്റ് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും ഒക്കെ സഹായകമായത്. അപ്പം ഈ സാറിനെ ഞാനിപ്പം ഓർക്കുകയാണ്, സാർ ഉണ്ടോ എന്നറിയില്ല, ചിലപ്പോൾ കയറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ച് സ്റ്റുഡൻസ് ആണുള്ളത്. 6 PhD കഴിഞ്ഞു, ഇപ്പൊ ഒരു 6 ഓൺഗോയിങ് ആണ്. അപ്പം ഇവരുടെ എല്ലാം സ്റ്റഡീസിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ 1224 എന്ന് പറയുന്ന സ്പീഷീസിന്റെ കോൺട്രിബ്യൂഷനിലേക്ക് ഈ പറയുന്ന സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഉണ്ട്. താങ്ക് യു ആൾ. ഞാൻ ഒന്നുകൂടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനെയും ഇങ്ങനെയൊരു ടോക്ക് ക്ഷണിച്ചതിനും അതുപോലെ തന്നെ ഇങ്ങനെയൊരു ബ്രയോഫൈറ്റ്സ് കൺസിഡർ ചെയ്തതിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സന്ദീപ് ദാസിന് ഇതിൻ്റെ അകത്ത് എന്തൊരു റോൾ ഉണ്ടായിരുന്നു, എന്താന്ന് ചോദിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. സന്ദീപ് ദാസിനും ഒരു നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.